ശരി. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1915 ദിവസത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഒരു വ്യക്തിയെ അനശ്വരൻ എന്ന് ജനം കരുതണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ സമൂഹത്തിൽ അത്രയും ചലനങ്ങൾ ഉണ്ടാക്കാനും ധാരാളം പേരുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കാനും കഴിയണം. അപ്പൊ മലയാളത്തിലെ അങ്ങനെ അനശ്വരനായ ഒരു കവിയാണ്, എഴുത്തുകാരനാണ്, പ്രതിഭയാണ് വയലാർ രാമവർമ്മ. ശ്രീമാൻ വയലാർ രാമവർമ്മയുടെ 50-ാം ചരമവാർഷികം പ്രമാണിച്ച് നമ്മൾ വയലാർ അനുസ്മരണം സംഘടിപ്പിച്ചു. അത് കഴിഞ്ഞ് വയലാർ ഗാനാഞ്ജലി സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പം വയലാർ അനുസ്മരണ പ്രഭാഷണത്തിന് 2ാം ഭാഗത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ഭാഗ്യവശാൽ ദൈവാധീനം കൊണ്ട് നമുക്ക് അതിൽ ഏറ്റവും അഗ്രഗണ്യനായ ഒരു വ്യക്തിയെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തി കഴിഞ്ഞു. പ്രത്യേകിച്ച് വയലാറിനെ കുറിച്ച് അദ്ദേഹത്തിന് അടുത്ത കാലത്ത് ഒരു അവാർഡ് കിട്ടുകയുണ്ടായി. ഇത് മറ്റാരുമല്ല, പാട്ടും പൊരുളും എന്നതിലൂടെ പൊരുളിനെ സ്വയം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീകുമാർ മുഖത്തല സാർ. നമ്മളെല്ലാവരും പാട്ട് കേൾക്കും, പക്ഷെ എന്താണ് ഒരു പാട്ട് എന്ന് പലപ്പോഴും മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ പാട്ടും പൊരുളും കേൾക്കുമ്പോഴാണ്. ഞാൻ അതിനായിട്ട് കാത്തിരിക്കുന്ന വ്യക്തി കൂടിയാണ്. മുഖത്തല ശ്രീകുമാർ സാറിനെ ആദരപൂർവ്വം ഇതിലേക്ക് ക്ഷണിക്കും. സാർ പ്ലീസ്. അൺമ്യൂട്ട് ചെയ്യണേ സാറേ, അൺമ്യൂട്ട് ചെയ്യണേ സാറേ, മ്യൂട്ടാണേ. ഓക്കെ, ശരി സാർ. നമസ്കാരം. നമസ്കാരം. ഇവിടെ ഈ ചടങ്ങിൽ ഞാനൊരു പുതിയ ആളല്ല. ഇടയ്ക്കിടെ പങ്കെടുത്ത് വളരെ സുപരിചിതനായി തീർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമസ്കാരം. മറ്റ് ഔപചാരികതകളൊന്നും ഇല്ലാതെ നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം എന്ന് തോന്നുന്നു. വയലാറിനെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കൽ വയലാറിന്റെ കവിതകളെ കുറിച്ച് വളരെ ഗൗരവപൂർവ്വം നമ്മൾ സംസാരിക്കുകയുണ്ടായി. അന്ന് നമ്മുടെ ശ്രീ ബിജു പെരുമ്പുഴയും സന്നിഹിതനായിരുന്നു. പിന്നീട് ഒരിക്കൽ എനിക്ക് തോന്നുന്നു ഒരു വെബിനാർ കൂടി ഇവിടെ നിങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി എന്ന് തോന്നുന്നു. അതിൽ TP ശാസ്തമംഗലം ഒക്കെ പങ്കെടുത്തിട്ട് അന്നും ബിജു പെരുമ്പുഴ വീണ്ടും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി എന്ന് തോന്നുന്നു. അതെ. അപ്പൊ അങ്ങനെ ഗാനങ്ങളെ കുറിച്ചും അന്ന് സംസാരിച്ചിട്ടുണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് തീർത്തും വയലാറിന്റെ ഗാനങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കണം എന്നാണ് ഡോക്ടർ മനോജ് എന്നോട് ആവശ്യപ്പെട്ടത്. പക്ഷെ അതിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതത്ര സുസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് മനസ്സിലാവുന്നു. അത് കാരണം വയലാറിന്റെ പാട്ടുകൾ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു 3 ഗാനരചയിതാക്കളിൽ നിന്ന് നമുക്ക് അതിനെ വിലയിരുത്തിയാൽ P. ഭാസ്കരൻ, ONV, വയലാർ, അതാണ് അതിന്റെ ക്രമവും. പാട്ടെഴുത്തിലേക്ക് വന്ന ക്രമവും കവിതയിലേക്ക് വന്ന ക്രമവും അവർ വിശ്വസിച്ചിരുന്ന വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് വന്ന ക്രമവും ഒക്കെ അതാണ്. അപ്പോൾ ഈ 3 പേരെ നമ്മൾ പരിഗണിച്ചാൽ തന്നെ അവരുടെ കവിതകളും അവരെഴുതിയിട്ടുള്ള ഗാനങ്ങളും മാത്രം നമുക്ക് സംസാരിക്കാൻ ദിവസങ്ങളോളം വേണ്ടി വരും എന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥം. അത്രയ്ക്ക് വിപുലമാണ് അവരുടെ സർഗാത്മക ലോകം. ഒരു ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി വിനിയോഗിച്ച ആളുകളാണ് അവർ. മറ്റ് തൊഴിലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വയലാറിനെ സംബന്ധിച്ച് വേറെ ഒരു ജോലിയും ചെയ്തിട്ടില്ല. അദ്ദേഹം കവിത എഴുത്തും ഗാനരചനയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റ് ഉപതൊഴിലുകളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ശ്രീ ബിജു പെരുമ്പഴയും ഇതിലേക്ക് പ്രവേശിച്ചു എന്ന് ഞാൻ കാണുന്നു. അദ്ദേഹത്തിന് പ്രത്യേകം സ്വാഗതം, നമസ്കാരം. അപ്പോ അങ്ങനെ ഉപതൊഴിലുകളൊന്നും ചെയ്തിട്ടില്ല. P. ഭാസ്കരൻ മാഷാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഭാസ്കരൻ മാഷ് ചലച്ചിത്ര സംവിധാനം, ചലച്ചിത്ര നിർമ്മാണം, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിൽ അദ്ദേഹം വ്യാപരിച്ചു. പിന്നീട് ഏഷ്യാനെറ്റിന്റെ സാരഥിയായി അങ്ങനെയൊക്കെ ചെയ്തു. ONV സാർ ആണെങ്കിൽ കോളേജ് അധ്യാപകൻ എന്ന നിലയിലാണ് പ്രധാന പ്രവർത്തന മേഖല ഉണ്ടായിരുന്നത്. പാട്ടെഴുത്ത് അതിനോടൊപ്പം നടത്തിക്കൊണ്ടു പോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. വയലാർ മാത്രമാണ് പൂർണ്ണമായിട്ടും പാട്ടെഴുത്ത് എന്ന അത് അദ്ദേഹത്തിന്റെ ഒരു തൊഴിൽ എന്ന് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് തൊഴിലായി തീർന്നു അങ്ങനെ ചെയ്തിരുന്ന ഒരാൾ. അപ്പോ വയലാറിന്റെ ഗാനങ്ങളെ കുറിച്ച് മാത്രം, ഇവരിൽ ഓരോരുത്തരുടെയും സംഭാവനകളെ കുറിച്ച് മാത്രം നമ്മൾ സംസാരിച്ചാൽ അനേക ദിനങ്ങൾ സംസാരിക്കേണ്ടി വരുന്ന വിധത്തിലാണ് അവരുടെ സംഭാവനകൾ. എങ്ങനെ അത് സാധിച്ചു എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു വലിയ അത്ഭുതമാണ്.
എങ്ങനെയാണ് ഇങ്ങനെ എഴുതാൻ പറ്റിയത്, എങ്ങനെയാണ് ഇത്ര വലിയ ക്രിയേറ്റിവിറ്റി അവരിൽ ഉണ്ടായത് എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. അത് ഒരു പാട്ട് എഴുതുന്ന ഒരാളെന്നുള്ള നിലയിൽ, കവിത എഴുതുന്നുള്ള ഒരാളെന്നുള്ള നിലയിൽ, അതിലൊക്കെ ഇടപെട്ട് എപ്പോഴും ഈ കാലം അത്രയും പ്രവർത്തിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. നമ്മൾ അങ്ങനെ ഇടപെടുമ്പോൾ അങ്ങനെ സംഭവിക്കുമായിരിക്കും എന്ന് വേണം വിചാരിക്കാൻ. അതിൽ ഞാൻ പാട്ട് ഇപ്പോഴും ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ആകാശവാണിക്ക് വേണ്ടിയിട്ട് 2 പാട്ടുകൾ എഴുതേണ്ടി വന്നു. പാട്ടുകൾ നമുക്ക് എഴുതാനൊക്കെ പറ്റും കേട്ടോ, വളരെ പെട്ടെന്നൊക്കെ എഴുതാനൊക്കെ പറ്റും. ഞാനൊക്കെ വളരെ പെട്ടെന്ന് പാട്ട് എഴുതുന്നു എന്ന നിലയിൽ അങ്ങനെ ആകാശവാണിയിൽ എപ്പോഴും അങ്ങനെ എന്താണ് ആശ്രയിക്കപ്പെടുന്ന ഒരാളാണ്. പെട്ടെന്ന് പാട്ട് എഴുതി കൊടുക്കും. പക്ഷെ പാട്ട് എഴുതി കഴിയുമ്പോൾ അതിനകത്ത് ആ പാട്ടിനകത്തൊരു സബ്സ്റ്റൻസ് ഉണ്ടാവണ്ടേ. ആ പാട്ട് പെട്ടെന്ന് എഴുതുന്നു, അല്ലെങ്കിൽ ആ പാട്ട് എഴുതുന്നു, ആ പാട്ടിനകത്ത് നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ അതിനകത്തേക്ക് ഭാഷയുടെ, ആശയത്തിന്റെ, അതിലേക്ക് പ്രതിഭാവിലാസത്തിന്റെ ഒക്കെ ഒരു സന്നിവേശം ഉണ്ടാവണമല്ലോ. അല്ലെങ്കിൽ ആ പാട്ടുകൾ നിർജീവമായി നിലനിൽക്കും. രണ്ടാമതൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ അതിനകത്ത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇവരുടെയൊക്കെ പാട്ടുകൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കും തോറും അതിനകത്ത് ഇനിയും എന്തൊക്കെയോ സന്നിഹിതമായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്ന വിധത്തിൽ ഉള്ള പാട്ടുകളാണ് എഴുതപ്പെട്ടത്. വയലാർ വളരെ പിന്നാലെ പാട്ടെഴുത്തിലേക്ക് വന്ന ആളാണ്. വയലാറിനെ ONVയും തോപ്പിൽ ഭാസിയും കൂടി പോയി നിർബന്ധിച്ചാണ് പാട്ടെഴുത്തുകാരനാക്കിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് പാട്ട് എഴുതാമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പാട്ടുകളൊക്കെ എഴുതണമോ എന്നൊരു ശങ്ക ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ ഇവർ പ്രേരിപ്പിച്ചിട്ടാണ് പാട്ടെഴുത്ത് ആരംഭിക്കുന്നത്. പക്ഷെ പാട്ടെഴുത്ത് ആരംഭിക്കുമ്പോൾ അതിലേക്ക് തന്റെ സർഗാത്മകതയുടെ മുഴുവൻ ശക്തിയും പാട്ടെഴുത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞ പാട്ടെഴുത്തുകാരൻ കൂടിയാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞതുപോലെ മറ്റു പല പല മേഖലകളിൽ വ്യാപരിക്കുമ്പോൾ വയലാറിനെ മാത്രം ആശ്രയിച്ച് മലയാളത്തിന്റെ ചലച്ചിത്രഗാനം നിലനിന്നു എന്ന് തോന്നാവുന്ന വിധത്തിലാണ് ആ പാട്ടെഴുത്തുണ്ടായത്. അദ്ദേഹം അന്തരിച്ചിട്ട് 50 വർഷം കഴിഞ്ഞു. ആ 50 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ പാട്ടുകൾക്കൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. ഞാൻ വയലാറിനെ കുറിച്ച് പറയുന്ന എല്ലാ പ്രഭാഷണങ്ങളിലും അല്ലെങ്കിൽ എല്ലാ സംഭാഷണങ്ങളിലും പറയാറുള്ളത് പോലെ, ONV സാർ എഴുതിയതുപോലെ അമർത്യത കടക്കണ്ണാൽ നിന്നെ എന്നെ വരിച്ചുപോയി എന്ന് പറയുന്നത് പോലെ ആ മരണമില്ലായ്മ അദ്ദേഹത്തെ വരിച്ചു. ആ മരണമില്ലായ്മ വരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ കവിതകൾ മാത്രമല്ല കാരണമായത്. ഒരുപക്ഷെ കവിതകളെക്കാൾ ഏറെ പാട്ടുകളാണ് കാരണമായത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകൃതമായ ഗാനങ്ങളുടെ സമാഹാരം ഞാൻ 2 ദിവസമായി, എനിക്ക് അതിനു മുമ്പ് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, 2 ദിവസമായി ഞാൻ ഇരുന്ന് മുഴുവൻ പാട്ടുകളും ഞാൻ വായിച്ചു എന്ന് വേണം പറയാൻ. എല്ലാറ്റിനകത്തേക്കും വളരെ ആഴത്തിൽ കടന്നു ചെന്നു എന്നല്ല, മുഴുവൻ പാട്ടുകളും വായിച്ചു ഞാൻ. 1325 ഗാനങ്ങൾ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. നാടക ഗാനങ്ങൾ ഉൾപ്പെടെ കുറച്ച് നാടക ഗാനങ്ങളും ബാക്കി ചലച്ചിത്ര ഗാനങ്ങളുമായിട്ട് 1325 ഗാനങ്ങൾ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് അച്ചടിയിൽ. സമാഹരിക്കപ്പെട്ടിട്ടില്ലാത്ത പാട്ടുകൾ ഏതെങ്കിലും ഉണ്ടാവാം, അത് പ്രചരിക്കുന്നുമുണ്ടാവാം, അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഇത്രയും പാട്ടുകളിലൂടെ കടന്നു പോകാൻ ഇടയായി. അതും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സംഗീത സംവിധായകർ, കേരളത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾക്ക് നമ്മൾ ഇന്ന് കാണുന്ന വിലാസമുണ്ടാക്കിയ, ലളിതഗാനങ്ങൾക്ക് ഇന്ന് കാണുന്ന വിലാസമുണ്ടാക്കിയ ഒരുപക്ഷെ സംഗീത ശാഖയ്ക്ക് തുടക്കം തന്നെ, അത്തരം ഒരു സംഗീത ശാഖയ്ക്ക് തുടക്കം തന്നെ കുറിച്ചു എന്ന് പറയാവുന്ന വലിയൊരു വിഭാഗം, വലിയൊരു ശതമാനം ആളുകളാണ് അതിൽ പ്രവർത്തിച്ചിരുന്ന സംഗീത സംവിധായകർ. അവർ കവിത മനസ്സിലാവുന്നവരും ഭാഷ മനസ്സിലാവുന്നവരും ഭാഷയുടെയും കവിതയുടെയും മേഖലയിൽ കവികളെ പോലെ തന്നെ ഇടപെടാൻ കഴിവുള്ളവരുമായിട്ടുള്ള ആളുകളായിരുന്നു. അതുകൊണ്ടാണ് ആ പാട്ടുകൾ അങ്ങനെ നന്നായത്. നമ്മളൊരു സംഗീത സംവിധായകന്റെ കയ്യിൽ ഒരു ഗാനം എഴുതി ഏൽപ്പിച്ചാൽ അയാൾക്ക് ആ ഭാഷ മനസ്സിലാവണം. നമ്മൾ അതിലെന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് മനസ്സിലാവണം. അതെന്താണെന്ന് നമ്മളോട് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ട ഒരു അയാളുടെ ഒരു ഈഗോയിൽ, അയാൾക്ക് അതിനൊക്കെ ഒരു ഈഗോ ഇല്ലാത്ത ഒരാളായിരിക്കണം. ഇതിൽ നമ്മുടെ പാട്ടൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ, നമ്മൾ പിൽക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളവരൊക്കെ വലിയ ഈഗോ ഉള്ള മനുഷ്യരാണ്. പക്ഷെ അവർ ഈ സർഗാത്മകതയുടെ മുഹൂർത്തത്തിൽ അവരതൊക്കെ മാറ്റിവെച്ചിട്ട് അവർ ഏറ്റവും മികച്ച മനുഷ്യരായി തീർന്നു എന്നുള്ളതിന്റെ തെളിവാണ് ആ പാട്ടുകളുടെ ജീവൻ എന്ന് പറയാവുന്നത്. വെറും വരികളല്ലല്ലോ, അതിന്റെ സംഗീതമാണ് അതിന് ജീവനായി തീർന്നത്. പലപ്പോഴും അതുകൊണ്ടാണ് നേരത്തെ ഡോക്ടർ മനോജ് പറഞ്ഞതുപോലെ പാട്ടുകൾക്ക്, ഗാനങ്ങൾക്ക് ഒരു വ്യാഖ്യാനം ആവശ്യമായി വരുന്നത്. ഇല്ലെങ്കിൽ ആ പാട്ടുകൾ കേട്ട് നമ്മളെ മനസ്സിലേക്ക് അത് നേരിട്ട് പ്രവേശിക്കും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ആ പാട്ടുകൾക്ക് ഒരു വ്യാഖ്യാനം ആവശ്യമായിട്ട് വരുന്നു. ഞാൻ അങ്ങനെയാണ് ഈ പാട്ടും പൊരുളും എഴുതാൻ ആരംഭിച്ചത്. അത് എഴുതാൻ ആരംഭിച്ചത് VM ഗിരിജ എന്ന് പറയുന്ന കവിയാണ്. കൊച്ചി ആകാശവാണിയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഗിരിജയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്, നമുക്ക് ഇങ്ങനെ ഒന്ന് തുടങ്ങിയാലോ എന്ന്.
അപ്പോൾ അന്ന് ഞാൻ ഒട്ടും അതിനുവേണ്ടി പഠനമോ ഒന്നുമില്ലാതെ ഒരു പാട്ടെടുത്ത് വെച്ചിട്ട്, അപ്പോ തൊട്ടടുത്ത 1 മണിക്കൂറിനകം ഇത് ശബ്ദലേഖനം ചെയ്യണം എന്നുള്ളപ്പോൾ ഒരു പാട്ടെടുത്ത് കേട്ട് നോക്കിയിട്ട് അപ്പോ അതിനൊരു വ്യാഖ്യാനം എഴുതുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഞാൻ അങ്ങനെയല്ല വേണ്ടത് എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ അതിൽ കുറച്ചൊരു കഠിനാധ്വാനം നടത്തിയിട്ട് തന്നെയാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് വളരെ ചെയ്യുന്തോറും അത് എനിക്ക് വലിയ ഒരു കൂടുതൽ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുകയും ചെയ്യുന്നു. അതിന്റെ കാരണം ഇതാണ്. ഇപ്പൊ ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളുമായിട്ടും സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ അവർക്ക് നമ്മളൊരു പാട്ടിന്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ അറിയുന്ന വിധത്തിൽ അത് പറയുമ്പോൾ അവരിൽ ഒരു അത്ഭുതം ഉണ്ടാവുന്നത് ഞാൻ കാണുന്നു. ഈ ഗാനത്തിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നോ എന്ന്. ഒരു ഈണത്തിന്റെ മേൽ നമ്മൾ ആ ഈണത്തിൽ ലയിച്ചിട്ട് പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കാതെ പോകുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാവുമ്പോൾ അതിൽ നിന്നൊരു മോചനമാണല്ലോ ഇത് എന്ന് വിചാരിക്കുന്നു. എനിക്കതിന് പൂർണ്ണമായിട്ടും അറിവോ പ്രാപ്തിയോ ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ വയലാറിന്റെ ഗാനങ്ങൾ അങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ അത് ഏതൊരു കവിതയെ പോലെയും മറ്റേതൊരു സർഗാത്മക സൃഷ്ടിയെയും പോലെ അതിഗംഭീരമായിട്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ നമുക്ക് പലതരത്തിൽ നമുക്ക് എന്താണ് വിഭജിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. വയലാറിന്റെ ഗാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയാണ്. അദ്ദേഹത്തിന് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം എന്ന് നമ്മളിപ്പോ വിളിക്കുന്ന അതൊരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച്. ഇപ്പോഴാണ് നമ്മൾ വിശാല ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് കുറേശ്ശെയായിട്ട് ധാരാളമായിട്ട് വെള്ളം ചേർത്ത് ഇപ്പൊ അതിനകത്ത് എവിടെയാണ് ഈ ഇടതുപക്ഷം എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് അത് പോയിട്ടുള്ളതൊക്കെ ഈ കാലത്താണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് അദ്ദേഹത്തിന്റെ പാട്ടിൽ പ്രതിഫലിച്ചത്. 2 തരം ധാരകൾ അദ്ദേഹത്തിൽ പ്രവർത്തിച്ചു. ഒന്ന് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം, രണ്ടാമത്തേത് അദ്ദേഹം ആർജിച്ചിട്ടുള്ള ഭാരതീയവും അല്ലാത്തതുമായിട്ടുള്ള സാഹിത്യത്തിന്റെ, അദ്ദേഹം ഉള്ളിലേക്ക് സ്വീകരിച്ചെടുത്ത സാഹിത്യത്തിന്റെ ബഹിർസ്ഫുരണം എന്ന നിലയിൽ ഈ പാട്ടുകളിൽ പലയിടത്തായിട്ട് വ്യാപിച്ചു കിടക്കുന്ന അതിന്റെ അംശങ്ങൾ, അതൊക്കെ പ്രകാശരേണുക്കളാണ് എന്ന് നമ്മൾ പറയണം. പാട്ടിലേക്ക് അദ്ദേഹം പകർന്നിട്ട പ്രകാശരേണുക്കളാണ്. നമ്മൾ ഈ വസ്ത്രമൊക്കെ തുന്നുമ്പോൾ അതിനകത്തേക്ക് തിളങ്ങുന്ന കസബ് ചേർക്കുന്നത് പോലെ അദ്ദേഹം പാട്ടുകളിൽ അങ്ങനെ താൻ ആർജിച്ചെടുത്ത സംസ്കാരത്തിന്റെ പ്രകാശരേണുക്കളെ അദ്ദേഹം അതിൽ ഏറ്റവും അധികം വിതറിയിട്ടു. പി ഭാസ്കരൻ ഉണ്ടായിരുന്നതിനേക്കാളും ONV സാറിന് ഉണ്ടായിരുന്നതിനേക്കാളും അധികം വയലാറിൽ പ്രവർത്തിച്ചിരുന്നത് സർഗാത്മക സ്വാതന്ത്ര്യമാണ്. വയലാർ അസാമാന്യമായ സർഗാത്മക സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരു കവിയാണ്. സർഗാത്മക സ്വാതന്ത്ര്യം നേടിയെടുത്ത കവിയാണ്. സർഗാത്മക സ്വാതന്ത്ര്യം ആവാഹിച്ചെടുത്ത കവിയാണ്. അതാണ് ഗാനങ്ങളുടെ പ്രത്യേകത. അസാമാന്യമായ സ്വാതന്ത്ര്യം. അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹത്തെ തടയുന്നതായിട്ടൊന്നുമില്ല. ഈവൻ കഥാസന്ദർഭം പോലും തടയുന്നില്ല കേട്ടോ. നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, പഴയ സിനിമകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളുടെ ശ്രീ ബിജു പെരുമ്പഴ നടത്തിയ ഒരു മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ ഞാൻ ആ മീറ്റിംഗിന്റെ തലേന്ന് എനിക്ക് അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് ഉപാസന എന്ന് പറയുന്ന പാട്ട് അയച്ചു തന്നു. ഞാൻ ഇതിന്റെ സ്റ്റേറ്റസ് ഒക്കെ ഇട്ടപ്പോൾ അത് കണ്ടിട്ട്, അപ്പൊ ആ പാട്ട് ഞാനൊന്ന് കണ്ടു നോക്കിയപ്പോൾ ആ പാട്ടിനകത്ത് പറയുന്ന കാര്യങ്ങളൊന്നും ആ സിനിമയുടെ രംഗത്തിൽ സംഭവിക്കുന്നില്ല കേട്ടോ. അതുമായിട്ടൊന്നും ബന്ധപ്പെട്ട ഒരു കാര്യവും സംഭവിക്കുന്നില്ല. പക്ഷെ വയലാർ അതിഗംഭീരമായിട്ടൊരു പാട്ട് എഴുതി. അതിനകത്ത് ആകെ ആ ഒരു രോഗിയുടെ അബോധാവസ്ഥയിൽ നിന്ന് അവർ ഉണരാൻ ശ്രമിക്കുന്നതിന്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ മനുഷ്യരാശിയുടെ ബോധത്തിലേക്ക് ഉണരലും മനുഷ്യരാശിയുടെ ജീവിതവുമാണ് അതിനകത്ത് പ്രതിഫലിക്കുന്നത്. അപ്പൊ അത്തരം ഒരു സ്വാതന്ത്ര്യം എടുത്തു വയലാറിന്. ആ സ്വാതന്ത്ര്യം എല്ലാ സംവിധായകരും സംഗീത സംവിധായകരും അനുവദിച്ചു കൊടുത്തു. കാരണം അത് അനുവദിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അനുവദിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ വയലാറിന്റെ അദൃശ്യമായ ഒരു സ്വാധീനം ഗാനലോകത്ത് വന്നു ചേർന്നു. അപ്പോൾ ആ സ്വാതന്ത്ര്യമാണ് ആദ്യമായിട്ട് നമ്മൾ അദ്ദേഹത്തെ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. രണ്ടാമത്തേത്, വയലാറിന്റെ കവിതയിൽ കാണുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത കൂടാതെ അദ്ദേഹത്തിന്റെ കവിതയിൽ കാണുന്ന ഇന്ത്യൻ മിഥോളജിയും ഇന്ത്യൻ സംസ്കാരത്തിന്റെ അംശങ്ങളും. ഈ 2 കാര്യങ്ങൾ വയലാറിന്റെ കവിതയിൽ ഇന്ത്യൻ മിഥോളജി ധാരാളമായിട്ടുണ്ട് കേട്ടോ. സാധാരണഗതിയിൽ അന്നത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ചുറ്റുപാടിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാർ കമ്മ്യൂണിസത്തെ വളരെ അതിന്റെ സത്ത മാത്രം സ്വീകരിക്കണം എന്ന് മട്ടുണ്ടായിരുന്ന ആളുകൾ ഇന്ത്യയുടെ പാരമ്പര്യത്തെ, ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിന്റെ ആ കാലത്തിന്റെ അംശങ്ങളെ, സംസ്കാരം എന്ന് പറയുന്നത് ഒരു നിത്യവികസ്വരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നമ്മൾ ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ
ഏതോ ഒരു കാലത്ത് സംഭവിച്ച് അവിടെ തന്നെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. അതിനെക്കുറിച്ച് അങ്ങനെ തെറ്റിദ്ധാരണ പരത്താനാണ് ഇപ്പൊ ഈ കാലത്ത് ആളുകൾ ശ്രമിക്കുന്നത്. അതെന്തോ ഒരു സ്റ്റാറ്റിക് ആയിട്ടൊരു കാര്യമാണ്, ഒരു കാലത്ത് ഉണ്ടായിട്ട് അവിടെ തന്നെ ഉറച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോയി അതിൽ നിന്ന് കുറേശ്ശെ എടുത്തുകൊണ്ട് വരണമെന്നൊരു മട്ടിൽ ഈ കാലത്ത് ധാരാളം പ്രചരണം നടക്കുന്നുണ്ട്. പക്ഷെ സംസ്കാരം എന്നത് ഒരു എന്താണ് വികസ്വരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആ ഭാരതീയ സംസ്കാരം ഇന്നും നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, ആ മിഥോളജി ഇന്നും നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, ഇതിഹാസങ്ങൾ ഇന്നും നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം അത് സജീവമായി ഏറ്റവും നവീകരിക്കപ്പെട്ട് പലതരത്തിൽ അത് നവീകരിക്കപ്പെടുന്നു എന്നാണ്. അത് അതേപടി അവിടെ നിന്നിരുന്നെങ്കിൽ അത് നമുക്ക് ഗ്രീക്ക് പുരാണം പോലെ ഇപ്പൊ പിള്ളേർക്ക് പഠിക്കാനുള്ള കഥ മാത്രമായിട്ട് മാറിപ്പോകുമായിരുന്നു. ഇപ്പൊ പഠിക്കാനുള്ള കഥ മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ ഇടപെടുന്ന ദൈവങ്ങളൊക്കെ ഇപ്പോഴും വളരെ സജീവമാണ് കേട്ടോ. നമ്മുടെ ഈ 33 ദൈവങ്ങളിൽ നമുക്ക് എല്ലാവരുടെയും ഒന്നും പേരൊന്നും അറിഞ്ഞുകൂടെങ്കിലും അതിൽ ഇടപെടാൻ, നമ്മുടെ നിത്യജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്ന കുറെ ദൈവങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. നമ്മൾ വിഘ്നം തീർക്കാൻ വേണ്ടി നേരെ വണ്ടി കയറി പഴവങ്ങാടി പോയിട്ട് കഴിയുന്നത്ര തേങ്ങ ഇടത്തെ കൈകൊണ്ടും വലത്തെ കൈകൊണ്ടും അടിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം പലപ്പോഴും പുരോഗമനം കാര്യങ്ങൾ വരെ ആരംഭിക്കുന്നത്. നമ്മളപ്പോ അത് സജീവമായി നിലനിൽക്കുന്നു. അപ്പൊ ആ സജീവമായി നിലനിൽക്കുന്നതിന്റെ അർത്ഥം ഈ നമ്മളുടെ വികസ്വരമായ സംസ്കാരത്തിൽ ഇപ്പോഴും അതിനൊരു സ്വാധീനമുണ്ടെന്ന്. അത് തിരിച്ചറിഞ്ഞ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കവി വയലാറായിരുന്നു. അതിനൊരു നിത്യവികസ്വരമായിട്ടുള്ള സ്വഭാവമുണ്ട് എന്നും അത് കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമാണ് എന്നും ആ സാംസ്കാരിക ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഈ അംശങ്ങളെ തൻ്റെതായ നിലയിൽ നവീകരിച്ച് പ്രയോഗിക്കണമെന്നും വിചാരിച്ച ആദ്യത്തെ കവിയോ ഗാനരചയിതാവോ ഒക്കെ വയലാറാണ്. അതിനെ എനിക്ക് മുമ്പ് ആരെങ്കിലും ആ വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അതിനെ വിളിക്കുക ഒരു ഭാവപരിവർത്തനം എന്നാണ്. അപ്പൊ ആ വാക്ക് ചിലപ്പോൾ ആരെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഭൂമിയിൽ ഇനി ഒന്നും പുതുതായിട്ട് പറയാനില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ പറയുന്നതൊക്കെ മറ്റാരോ പറഞ്ഞതിന്റെ ആവർത്തനങ്ങളാണ്. പുതുതായിട്ടൊന്നും പറയാനില്ല, പുതുതായിട്ട് കണ്ടുപിടിക്കാൻ പോലും ഇല്ല കേട്ടോ. നമ്മൾ ഇന്നവേഷൻസ് അല്ലാതെ ഇൻവെൻഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് നമുക്കറിയാലോ. ഒരു ഇൻവെൻഷനും ഉണ്ടാവുന്നില്ല. നമ്മൾ ഇന്നവേഷന്റെ ആൾക്കാരാണ്. ഭാഷയിലും സംസ്കാരത്തിലും സയൻസിലും ഒക്കെ നമ്മൾ വളരെ ഇന്നവേറ്റീവ് ആവണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇൻവെന്റേഴ്സ് ആവണം എന്നല്ല പഠിപ്പിക്കുന്നത്. അപ്പോ ഈ ഇന്നോവേഷൻസ്, അതിനെ ഞാൻ വിളിക്കുന്ന ഒരു ഭാവപരിവർത്തനമാണ്. വയലാർ അങ്ങനെ ഈ ഭാവപരിവർത്തനത്തിലൂടെ ഗാനങ്ങളിൽ അസാമാന്യമായിട്ടുള്ള അത്തരം കാര്യങ്ങൾ നടപ്പാക്കിയെടുത്ത ആളാണ് വയലാർ. ഞാൻ ഉദാഹരണത്തിന് ഒരു പാട്ടിനെ കുറിച്ച് പറയാം. ഈ കാറ്റേ വാ കടലേ വാ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കും കാറ്റേ വാ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആ പാട്ട് പാടാൻ അറിയുന്നവരൊക്കെ ഇതിൽ, ശ്രീ ബിജു ഒക്കെ ഉണ്ട്, പാടാൻ അറിയുന്നവരൊക്കെ ഇതിൽ ധാരാളമുണ്ട്. അപ്പോ ആ പാട്ടിന്റെ തൊട്ടടുത്ത വരിയിൽ അദ്ദേഹം പറയും, നിന്റെ പുഷ്പവിമാനം കണ്ടുണർന്ന കിനാവിൽ ഇവളെ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ പുഷ്പവിമാനം എന്ന് പറയുന്നത് നമ്മുടെ പുഷ്പക വിമാനമെന്നോ പുഷ്പവിമാനമെന്നോ പുഷ്പം കൊണ്ടുണ്ടാക്കിയ വിമാനമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ അത് അദ്ദേഹം പറയുന്നത്, ഈ പുഷ്പവിമാനം എന്ന് പറയുന്ന ഒരു പഴയ പ്രയോഗമാണ് കേട്ടോ. അത് ആ കാലത്ത് ഈ കാലത്തും അതൊരു നവീനമായ പ്രയോഗമല്ല. പക്ഷേ വയലാർ അത് പ്രയോഗിക്കുമ്പോൾ അതിനെ പുഷ്പവിമാനം എന്ന് പരിവർത്തനം വരുത്തിയിട്ട്, അതിനൊരു ഭാവപരിവർത്തനം വരുത്തിയിട്ട് അതിനെ ഏറ്റവും പുതിയ ഒരു ഭാവുകത്വത്തിലേക്ക് വയലാർ കൊണ്ടുവരുന്നു. പഴശ്ശിരാജയിലെ ചൊട്ട മുതൽ ചുടല വരെ എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ. ചൊട്ട മുതൽ ചുടല വരെ ചുമടും താങ്ങി എന്ന് പറയുന്ന പാട്ടിൽ അദ്ദേഹം പറയും, അറബിക്കടലിൽ ഞെട്ടി ഉണർന്നു ഗിരികൂടങ്ങൾ ഞടുങ്ങി, തുടിച്ചു തൂക്കുവരെ കയർ നിന്നു മരണം കയറി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയും, സ്വന്തം ചോരയിൽ എഴുതിയ ജീവിത മന്ത്രം കേൾക്കൂ നിങ്ങൾ, സ്വർഗത്തേക്കാൾ വലുതാണീ ജന്മഭൂമി എന്ന് അദ്ദേഹം പറയും. ഈ ഇത്രയും പറഞ്ഞിട്ട് ഈ അറബിക്കടലിലെ ഞെട്ടി ഉണർന്നു ഗിരികൂടങ്ങൾ ഞടുങ്ങി. അപ്പൊ ഞടുങ്ങി എന്നാണ് കേട്ടോ. നമ്മളിപ്പോ നടുങ്ങി എന്ന് മാത്രമേ പറയാറുള്ളൂ. ഈ ഞടുങ്ങി എന്ന് പറയുന്ന വാക്ക് നമുക്കിപ്പൊ പരിചയമില്ല. വയലാർ എഴുതിയിരിക്കുന്നത് ഗിരികൂടങ്ങൾ ഞടുങ്ങി എന്നാണ്. അപ്പൊ ഞടുങ്ങി, തുടിച്ചു തൂക്കുമരക്കയർ നിന്നു മരണം കയറി ഇറങ്ങും. തൂക്കുമരക്കയർ ഇങ്ങനെ തുടിച്ചു നിന്നു എന്നാണ് പഴശ്ശിരാജയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയുന്നു, സ്വന്തം ചോരയിൽ എഴുതിയ ജീവിത മന്ത്രം കേൾക്കൂ നിങ്ങൾ, സ്വർഗത്തേക്കാൾ വലുതാണ് ഈ ജന്മഭൂമി. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്ന് പറയുന്ന രാമായണ ശ്ലോകമാണ്. രാമായണത്തിൽ ആ ശ്ലോകം ഇല്ല എന്ന് പലരും പറയുന്നുണ്ട് കേട്ടോ. രാമായണത്തിൽ അത് പ്രക്ഷിപ്ത ശ്ലോകമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ധാരാളം പ്രത്യേക പല സ്ഥലങ്ങളിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ശ്ലോകമാണ്. പക്ഷെ അതിനെ വയലാർ എടുത്ത് ഉപയോഗിച്ചത് എങ്ങനെയെന്ന് നമ്മൾ കാണണം.
ഈ സ്വർഗത്തേക്കാൾ വലുതാണ് ഈ ജന്മഭൂമി എന്ന് വയലാർ എടുത്ത കോണ്ടെക്സ്റ്റ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിഹാസത്തിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ച ആ ഒരൊറ്റ ഒരു പദപ്രയോഗത്തെ, ആ ഒരു ആശയത്തെ അദ്ദേഹം പ്രയോഗിക്കുന്നത് ഒരു രക്തസാക്ഷിത്വവുമായിട്ട് ചേർത്തിട്ടാണ്. രാമായണത്തിൽ അത് ആ തരത്തിലല്ല പറയുന്നത്. നിനക്ക് നിന്റെ ജനിച്ച സ്ഥലത്തേക്കാൾ ഏറ്റവും പ്രിയങ്കരമാണ്, അല്ല നിനക്ക് എവിടെ പോയാലും നിനക്ക് സ്വർഗം ലഭിച്ചാൽ സ്വർഗത്തേക്കാൾ വലുതാണ് നീ ജനിച്ച ഭൂമി എന്ന് പറയാൻ ഉപയോഗിക്കുന്ന അതിനെ വയലാർ ഈ തരത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോ വേറൊരു പ്രസിദ്ധമായിട്ടുള്ള ഗാനം ഉണ്ടല്ലോ, ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും. ഞാനൊരു പാട്ടറിയാവുന്ന ആളായിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമായിരുന്നു ഈ പറച്ചിൽ ഞാൻ വിചാരിക്കാം. എന്നിട്ട് അതിനകത്ത് പറയും, മാനത്തെ വനജ്യോത്സന മൺകുടം കൊണ്ട് നടക്കും, മാനത്തെ വനജ്യോത്സന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ട് നടക്കുമ്പോൾ നീലക്കാർമുകിൽ കരിവണ്ട് മുരളുമ്പോൾ നിന്നെ കുറിച്ച് എനിക്ക് ഓർമ്മ വരും എന്നാണ്. ഇവിടെ കാളിദാസ കവിതയിലെ നിലാവ്, ഈ വനജ്യോത്സന എന്ന് പറയുന്നത് കാട്ടിൽ ഒരു മുല്ലച്ചെടി ഇങ്ങനെ നിൽക്കുമ്പോ കാട്ടിൽ അതിനകത്തേക്ക് നിലാവ് വീഴുമ്പോ കാട്ടിൽ നിലാവ് മരങ്ങൾക്കിടയിലൂടെ വീണ് കിടക്കുന്നത് കാണുന്നത് പോലെ ഈ മുല്ലയിലെ പൂക്കൾ കാണുന്നു എന്ന് കാളിദാസൻ അന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത ഒരപൂർവമായ ഉപമ കൊണ്ടുവരികയാണ് ചെയ്തത്. ഉപമ കാളിദാസസ്യ എന്ന് പറയുമല്ലോ, അതൊരു ഗംഭീരമായിട്ടുള്ള ഉപമ. ഈ മുല്ലപ്പൂ പൂത്ത് കിടക്കുന്നത് കണ്ടാൽ വനജ്യോത്സനയാണെന്ന് തോന്നും, എന്നിട്ടാണ് അതിനെ വനജ്യോത്സന എന്ന് വിളിക്കുന്നത്. അപ്പോ ആ മുല്ലച്ചെടി വയലാറിന്റെ കയ്യിൽ അത് ആകാശത്തേക്ക് പോയി. ഈ മണ്ണിൽ നിന്ന് ആ മുല്ലച്ചെടി വയലാറിന്റെ കയ്യിലെത്തിയപ്പോൾ അത് ആകാശത്തേക്ക് പോയി. മാനത്തെ വനജ്യോത്സന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ട് നടക്കുമ്പോൾ ശകുന്തളയുടെയും അനസൂയയുടെയും പ്രിയംവദയുടെയും ഒക്കെ തിരുന്ന കുടത്തെ വയലാർ എടുത്ത് ആകാശത്തെ പൗർണമിക്ക് കൊടുത്തു. ആ പൗർണമിയാണ് മൺകുടം കൊണ്ട് നടക്കുന്നത് നനയ്ക്കാൻ. നീലക്കാർമുകിൽ കരിവണ്ട് മുരളുമ്പോൾ, കരിവണ്ട് ദിഷന്തൻ ശകുന്തളയ്ക്ക് പ്രിയങ്കരനായി തീരാനിടയായത് ഒരു വണ്ടിന്റെ ആക്രമണത്തിലാണ്. ആ കരിവണ്ടുണ്ടല്ലോ, അത് നീലക്കാർമുകിൽ കരിവണ്ടായിട്ട് മാറി. അതിനെ മുരളുമ്പോൾ നിന്നെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരും എന്നാണ്. ഇങ്ങനെ സാധാരണ ഭൂമിയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും പരിവർത്തനം കൊണ്ടല്ല, ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പരിവർത്തനം കൊണ്ടാണ് എനിക്ക് നിന്നെ ഓർമ്മ വരുന്നത് എന്ന നിലയിൽ ആ ഇതിഹാസ സന്ദർഭത്തെ അല്ലെങ്കിൽ ആ മഹാകാവ്യ സന്ദർഭത്തെ പരിവർത്തനം ചെയ്യിക്കാൻ വയലാറിന് പറ്റി. കാളിദാസനിൽ നിന്ന് ആ ഭാവന ഉയർന്നിട്ട് ശാകുന്തളത്തിനൊരു നക്ഷത്ര തേജസ് വന്നു എന്ന് വേണം നമ്മൾ പറയാൻ. ഇതാണ് വയലാറിന്റെ സ്വാതന്ത്ര്യം. അതൊരു ഭാവനാ സ്വാതന്ത്ര്യമാണ്. മലയാളത്തിലെ വേറെ ഏതെങ്കിലും ഒരു കവിയാണ് എഴുതിയിരുന്നെങ്കിൽ എങ്ങനെ ഞാൻ ഈ ശാകുന്തളത്തിലെ കുടത്തെ എങ്ങനെ കാർമുകിലിന്റെ കുടമാക്കും, പൗർണമിയുടെ കുടമാക്കും, ഞാൻ എങ്ങനെ ഈ വനജ്യോത്സനെ ആകാശത്തേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പാട്ട് എഴുതിയാൽ തന്നെ രണ്ടാമത് ആലോചിക്കുമായിരുന്ന ഒരു സന്ദർഭത്തിൽ വയലാറിന് അങ്ങനെ രണ്ടാമതൊരു ആലോചനയില്ലാതെ ഈ അപൂർവമായ ഭാവന സങ്കല്പ വലിയ അങ്ങനെ ഒരു ഗാനം ഉണ്ടാക്കിയെടുത്തു. അതാണ് വയലാറിന്റെ ഏറ്റവും വലിയ മിടുക്കുകളിൽ ഒന്ന്. സ്വീകരിക്കുന്ന പദാവലികൾ, കൽപ്പനകൾ, ഇതൊക്കെ ഭൂതകാലത്ത് നിന്നായിരിക്കും. പക്ഷെ ആ ഭൂതകാലത്ത് നിന്നുള്ള കൽപ്പനകളെ തൻ്റെതായി പരിവർത്തിപ്പിക്കാനും അതിനൊരു ഭാവപരിവർത്തനം വരുത്തിയിട്ട് നമുക്ക് ഏറ്റവും പുതുതായി അനുഭവപ്പെടുത്താനും കഴിയും എന്നുള്ളതാണ്. വയലാറിന്റെ ഗാനരചന ജീവിതത്തിലുടനീളം ഈ ഭാവപരിവർത്തനം നമുക്ക് കാണാം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ എന്ന് പറയുന്ന പാട്ടിനകത്ത് അദ്ദേഹം പറയുമല്ലോ, ഇന്ദ്രനീലം കൊണ്ട് മാനത്തു തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ, ചന്ദ്രിക പൊൻ താഴികക്കുടം ചാർത്തുന്ന ഗന്ധർവ രാജാങ്കണത്തിൽ, അപ്സര കന്യകൾ പെറ്റു വളർത്തുന്ന ചിത്രശലഭങ്ങൾ നിങ്ങൾ. സ്വപ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വപ്നത്തെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിലെ ഗന്ധർവൻ, അപ്സരസ്, ഈ പൊൻ താഴികക്കുടം, ഇന്ദ്രനീലം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതൊക്കെ വളരെ നമ്മുടേതല്ലാത്ത ഒരു ഇതിഹാസ പുരാണങ്ങളിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ്. സാധാരണഗതിയിൽ അതൊരു പഴഞ്ചനാണ്. ഗന്ധർവൻ എന്ന് പറയുക, അപ്സരസ് എന്ന് പറയുക, ഈ കവിയുടെ കയ്യിൽ വേറെ ഒരു രചനയ്ക്ക് വേണ്ട ഒരു കോപ്പില്ലാത്തത് കൊണ്ടാണോ ഇയാൾ പോയിട്ട് ഈ പഴയ ഗന്ധർവനെയും അപ്സരസിനെയും കൊണ്ടുവരുന്നതെന്ന് സ്വാഭാവികമായി ചിന്തിക്കാവുന്ന സ്ഥലത്ത് ഈ സ്വപ്നത്തെ എങ്ങനെ നമ്മൾക്കൊരാളുടെ സ്വപ്നത്തെ കുറിച്ച് പറയാൻ ആലോചിക്കണം എന്ന് വരുമ്പോൾ അത് വയലാറിന് താനേ വരികയാണ്. ഇന്ദ്രനീലം കൊണ്ട് മാനത്ത് തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ, ചന്ദ്രിക പൊൻ താഴികക്കുടം ചാർത്തുന്ന ഗന്ധർവ രാജാങ്കണത്തിൽ, അപ്സരകന്യകൾ പെറ്റു വളർത്തുന്ന ചിത്രശലഭങ്ങൾ നിങ്ങൾ. അപ്സരകന്യകൾ പെറ്റു വളർത്തുന്ന ചിത്രശലഭങ്ങളാണ് എന്ന് പറയുന്ന ഈ ഗന്ധർവനെയും അപ്സരസിനെയും പൊൻ താഴികക്കുടത്തെയും എല്ലാം ഏറ്റവും നവീനമാക്കി ഇന്നും നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് അചുംബിതമായ ഭാവനയാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കാവുന്ന തരത്തിൽ വയലാർ അതിനെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് കൂടി നമ്മൾ ഓർക്കണം. മുൻപേ ഉണ്ടായതിനെ അപ്പാടെ നിഷേധിക്കുകയാണ് വേണ്ടത്
എന്ന ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു വരട്ട് തത്വവാദത്തെ, അതൊരു വരട്ട് തത്വവാദമായിരുന്നു. ആ വരട്ട് തത്വവാദം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും കേരളത്തിൽ ഈ ഇന്ത്യ ഒട്ടാകെ ചിലപ്പോൾ കമ്മ്യൂണിസം വ്യാപിച്ചു പോയേനെ. നമ്മുടെ ഈ വരട്ട് തത്വവാദം കൊണ്ട് നമ്മൾ ഈ പഴയത് മുഴുവൻ അബദ്ധം എന്നും അത് മുഴുവൻ അന്ധവിശ്വാസം എന്നും അതിനെ മുഴുവൻ പ്രതിരോധിക്കേണ്ടതാണ് എന്നും ആ കാലത്ത് ചില പ്രത്യയശാസ്ത്ര ഷാഠ്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ശരിക്കും ഇന്ത്യയിൽ അതിന് വളർച്ചയില്ലാതെ പോയത്. ഇന്ത്യയുടേതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അതിനെ പരിവർത്തിപ്പിക്കാൻ അത് ചെയ്തത് വയലാറാണ്. അത്തരം ഒരു പരിവർത്തനം ചെയ്തത് വയലാറാണ്. തുലാഭാരം എന്ന സിനിമയിലെ പാട്ടുണ്ടല്ലോ, പ്രഭാത ഗോപുര വാതിൽ തുടർന്നു പണ്ട് മനുഷ്യൻ വന്നു, വിശ്വപ്രകൃതി വെറും കൈയോടെ വിരുന്നു നൽകാൻ നിന്നു. എന്നിട്ട് ആ ഗാനം തുടരുമ്പോ പറയും, അന്ന് മനുഷ്യൻ തീർത്തു ഭൂമിയിൽ ആയിരം ആയിരം അത്ഭുത ശില്പങ്ങൾ, അളകാപുരികൾ, മധുരാപുരികൾ, കലയുടെ അമരാവതികൾ, അഷ്ടൈശ്വര്യ സമൃദ്ധികൾ ചൂടി അനശ്വരയായി ഭൂമി എന്ന്. ഇതിലെ ഈ അളകാപുരിയും മധുരാപുരിയും അഷ്ടൈശ്വര്യവും എല്ലാം ഈ ഭാരതത്തിന്റെ ആ കാലത്തെ സാംസ്കാരിക അവസ്ഥകളിൽ നിന്നെടുത്ത് ഇന്നത്തേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണ്. ഏറ്റവും പുതിയ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ആ മനുഷ്യൻ, അന്ന് മനുഷ്യൻ എങ്ങനെയാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ അതിനെയെല്ലാം ഈ ഭൂതകാലത്തിൽ നിന്നെടുത്ത് വേണ്ടതുപോലെ പ്രതിഷ്ഠിക്കാൻ വയലാറിന് കഴിഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞു പോയാൽ എനിക്ക് എത്ര വേണമെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ ഞാൻ ആ വിഷയത്തെ, ഈ പറഞ്ഞ ഒരാശയത്തെ ഞാൻ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് അടുത്തൊരു കാര്യത്തിലേക്ക് പോകാം. ഇനി ഞാൻ പറയുമ്പോൾ എനിക്ക് വയലാറിന്റെ കൃതിയൊക്കെ എടുത്ത് പരിശോധിക്കേണ്ടി വരും. എല്ലാ വരികളൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എനിക്ക് എല്ലാം എടുത്ത് എഴുതി വെക്കാനും ഒന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രഭാഷണമാകുമോ, അതല്ല ഇടയ്ക്കിടയ്ക്ക് ഇത് പരിശോധിക്കുന്നതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അങ്ങനെ ചെയ്യേണ്ടി വരും. നമ്മൾ വയലാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചലച്ചിത്രങ്ങളിൽ എപ്പോഴും ആവശ്യമായിട്ട് വരുന്നത് പ്രണയമാണ്. അപ്പോൾ പ്രണയത്തിന് വേണ്ടി ധാരാളം ഗാനങ്ങൾ എഴുതേണ്ടി വരും. വയലാറിന്റെ എത്ര പ്രണയ ഗാനങ്ങളാണ് നമ്മളെ അങ്ങനെ അടിമുടി നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള പ്രണയ ഗാനങ്ങൾ എത്രയാണ്. വയലാറിന്റെ പ്രണയ ഗാനങ്ങൾ ഭാരതത്തിന്റെ ഈ പ്രണയ സങ്കല്പങ്ങളിലെ രണ്ടു തരം പ്രണയങ്ങൾ ഭാരതത്തിലുണ്ട് എന്ന് പറയും സങ്കല്പങ്ങൾ കവികൾക്ക്. ഒന്ന് വിപ്രലംബ ശൃംഗാരം. വയലാർ തന്നെ എഴുതിയിട്ടുണ്ട്, വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും എന്ന് വയലാർ തന്നെ എഴുതിയിട്ടുണ്ട്. വിപ്രലംബ ശൃംഗാരം. ഒന്ന് സംഭോഗ ശൃംഗാരം. ഒന്ന് വിപ്രലംബ ശൃംഗാരം എന്ന് പറയുന്നത് അതിനകത്തേക്ക് ശാരീരിക ബന്ധമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കടന്നു വരുന്നില്ല. കുമാരനാശാൻ പറഞ്ഞ പോലെ മാംസനിബദ്ധമല്ല രാഗം എന്ന് പറഞ്ഞതാണ്. മാംസനിബദ്ധമല്ല. അത് അകലങ്ങളിലിരിക്കുന്ന മനുഷ്യർക്കോ ഒരിക്കലും പരസ്പരം കാണാൻ പറ്റാത്തവർക്കോ സ്പർശിക്കാൻ പറ്റാത്തവർക്കോ ഒക്കെയുള്ള ഇടയിൽ ഉണ്ടാകുന്ന പ്രണയമാണ്. പ്ലാറ്റോണിക് ലവ് എന്ന് നമ്മൾ പറയുന്ന ആദർശാത്മക പ്രണയമാണ്. മറ്റൊന്ന് സംഭോഗ ശൃംഗാരമാണ്. അതിന് ശാരീരികം ആയിട്ടുള്ള ആകർഷണവും ശാരീരികം വേണ്ടി വന്നാൽ ശാരീരികമായിട്ടുള്ള ഇടപെടലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ആവാം. ഇന്ത്യയിൽ രണ്ടു തരത്തിലും ധാരാളം കവിതകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. രണ്ടു തരത്തിലും കവിതകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ പാരമ്പര്യത്തിൽ ഏറെയും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുക ഈ ശാരീരികമായ അടുപ്പത്തിന്റെ കവിതകളൊക്കെ മലയാളത്തിൽ ധാരാളം. ഒരു കാലത്ത് അത് മാത്രം എഴുതിയിരുന്നു മലയാളികൾ. ഞാൻ കഴിഞ്ഞ തവണത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞു എന്ന് തോന്നുന്നു. നാലമ്പലം മൂലകൾ തോറും പാകം തെറ്റാതെ അങ്ങനെ കലയുടെ വീരശൃംഖലകൾക്കായി കവിത രചിച്ചോർ ലോകം കണ്ടില്ല. അടിമുടി പെണ്ണിൻ മുലയും മൂടും കവിതയിലാക്കിയ പണ്ഡിതവർഗം ഒരു ചക്കാട്ടും വാണിയൻ അവരെ പടുവിഡ്ഢികൾ എന്ന് വിളിച്ചു. ഞാനത് കഴിഞ്ഞ തവണ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ അടിമുടി പെണ്ണിൻ മുലയും മൂടും കവിതയിലാക്കിയ പണ്ഡിതവർഗം, അവർക്ക് സ്ത്രീയുടെ ശരീരം മാത്രമേ വർണ്ണിക്കാനുള്ളൂ എന്ന നിലയിൽ അങ്ങനെ അധപ്പതിച്ചു പോയിരുന്ന ഒരു സാംസ്കാരിക കാലം കൂടി നമുക്കുണ്ട് കേട്ടോ. നമ്മൾ ഈ കേരളീയ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ലേശം വീർപ്പം ഉണ്ടാകുമ്പോൾ നമ്മളെ അതൊന്ന് ചെറുതായിട്ട് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഇത് ആലോചിച്ചാൽ മതി. ഇങ്ങനെ വളരെ അധമമായിട്ടുള്ള ഒരു കാലവും നമുക്കുണ്ടായിരുന്നു. അപ്പൊ വയലാറിന്റെ കാവ്യരചന പരിചയം എന്ന് പറയുന്നത് സംസ്കൃത കാവ്യരചന പരിചയമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്, സംസ്കൃത കാവ്യങ്ങളുമായിട്ടാണ്. അപ്പൊ സംസ്കൃത കാവ്യങ്ങളിൽ ഇത്തരം പ്രണയം വളരെ സുലഭമായിരുന്നു. അപ്പൊ ആ സുലഭമായിട്ടുള്ള പ്രണയത്തെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം രണ്ടു തരം പ്രണയവും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നളചരിതം, അദ്ദേഹം ആട്ടക്കഥകളിൽ ധാരാളം പദങ്ങൾ സ്വീകരിക്കുകയും അതിന്റെ അംശങ്ങളൊക്കെ ധാരാളം സ്വീകരിക്കുകയും. നളചരിതം ഒരു വിപ്രലംബ ശൃംഗാരാണ് കേട്ടോ. നളചരിതത്തിൽ നളനും ദമയൻ തമ്മിൽ കാണുന്നില്ല. രണ്ടുപേരും രണ്ടിടത്താണ്. ഒരു ഹംസം ഒന്ന് പറന്നിറങ്ങി ഇരുന്നിട്ട് ഇവിടെയും അവിടെയും പോയി പറയുന്നത്. അങ്ങനെയാണല്ലോ ഈ വിവാഹ ദല്ലാൽമാർക്ക് നാട്ടിൻപുറത്തൊക്കെ ഹംസം എന്നുകൂടി ഒരു പേരുണ്ടായിരുന്നു. അത് നളചരിതത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നളചരിതം വായിച്ചിട്ടൊന്നും ഇട്ട പേരാവണമെന്നില്ല. പക്ഷെ എല്ലാ കഥകളും നമുക്ക് കാറ്റായിട്ട് നമ്മളുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഹംസം പോയി പറഞ്ഞിട്ടാണ് അത് ഉണ്ടാകുന്നത്. അപ്പൊ വയലാറ് നളചരിതത്തിലൊക്കെ അഗാധമായി നളചരിതം വയലാറിനെ സ്വാധീനിച്ചിട്ടുണ്ട്. വയലാർ പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ സാമ്യമകന്നൊരു ഉദ്യാനമേ എന്ന് പറയുന്ന പാട്ടുണ്ട്, നളചരിതത്തിലെ വരിയാണ്.
സാമ്യമകുന്ന ഒരു ഉദ്യാനമേ. തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചേനെ. ഒരു ചിത്രത്തൂണിലെ എന്താണ് എന്താണ് ആ ചിത്രത്തൂണിലെ മറന്നുപോയി ഞാൻ ബാക്കി. പ്രതിമ അപ്പൊ ഒട്ടിപ്പിടിച്ചത്. പ്രതിമ പോലെ മാറിൽ ഒട്ടിപ്പിടിച്ചേനെ എന്ന് പറയുന്ന പാട്ടുണ്ട്. അപ്പൊ അതിലെ ഈ തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട്, അത് ഈ അരയന്നത്തിനെ തൊടാൻ പോകുമ്പോഴുള്ള പദമാണ്. അപ്പൊ അങ്ങനെ ആട്ടക്കഥയൊക്കെ അദ്ദേഹത്തെ വളരെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം വിപ്രലംബ ശൃംഗാരം അദ്ദേഹത്തെ ധാരാളം സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ അതിനും അപ്പുറം അദ്ദേഹത്തെ ബഹുഭൂരിപക്ഷം ഗാനങ്ങളിലും അദ്ദേഹത്തെ സ്വാധീനിച്ചത് ഈ സംഭോഗ ശൃംഗാരമാണ്. അപ്പൊ അതിന് അദ്ദേഹത്തിന് അങ്ങനെ അത് ഒരു ആവശ്യമായിരുന്നു. അങ്ങനെ എന്താണ് നമ്മൾ ഉച്ഛൃംഖലം എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയും. ഒരു ചങ്ങലയും ഇല്ലാതെ എഴുതാൻ പറ്റുക. പി ഭാസ്കരൻ മാഷ് അങ്ങനെ എഴുതിയിട്ടില്ല കേട്ടോ. പി ഭാസ്കരൻ മാഷ് എപ്പോഴും ലോലമായിട്ടുള്ള നാടൻ ശൃംഗാരാണ് എഴുതിയത്. ONV സാർ ആണെങ്കിൽ ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയും, അധ്യാപകൻ അദ്ദേഹത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. ഇതെന്റെ പിള്ളേര് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതല്ലേ എന്ന തോന്നൽ കൊണ്ട് അദ്ദേഹം ഒരിക്കലും അനുരാഗത്തിന്റെ വളരെ തുറന്ന അവസ്ഥയൊന്നും അദ്ദേഹം ചിത്രീകരിച്ചില്ല. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ തൊട്ടില്ല എന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ എല്ലാം. അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ എല്ലാ ഇദ്ദേഹത്തിന്റെ ONV സാറിന്റെ എല്ലാ ഗാനങ്ങളിലും അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട് കേട്ടോ. ONV സാറിന്റെ എല്ലാ ഗാനങ്ങളിലും ഈ അനുരാഗം ഇങ്ങനെ അടക്കി പിടിച്ച അനുരാഗമാണ്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്ര വെറുതെ കൊതിച്ചുപോയി എന്നാണ്. അതിപ്പം അത് അനുരാഗ ഗാനമാണെങ്കിൽ അതങ്ങനെയാണ്. ആ കൊതിച്ചു പോയി അതാണ്. മുറ്റത്ത് ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മൊട്ട് വിരിഞ്ഞ നാളിൽ മുഗ്ധമാം ആരുടെയോ മുടിക്കെട്ടിലൻ മുഗ്ധസങ്കല്പം തലോടി നിൽക്കെ. എന്റെ സങ്കല്പമേ തലോടുന്നുള്ളൂ കേട്ടോ. മുഗ്ധമാം ആരുടെയോ. ONV സാർ നീ ആരോ ആരുടെയോ എന്തോ ഏതോ ഇങ്ങനെ അവ്യക്തതകളുടെ ഒരു വലിയ സൗന്ദര്യം സാറിലുണ്ട്. അത് അപ്പൊ ആ മുഗ്ധമാം ആരുടെയോ മുടിക്കെട്ടിലാണ്. വയലാറിന് അങ്ങനെയില്ല. തൊടാൻ ആരെയാണോ ആഗ്രഹിച്ചിട്ടുള്ളത് അവരെ ഞാൻ തൊടും, അതാണ്. അപ്പൊ അങ്ങനെ പറയും. ഇപ്പം നമ്മളെ പല പല പാട്ടുകൾ അങ്ങനെ നമുക്ക് പറയാം. ഇപ്പൊ തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച വ്രതം ഇന്ന് മുടക്കും ഞാൻ. ഒരു മടിയുമില്ല തിങ്കളാഴ്ച വ്രതം മുടക്കും എന്ന് പറയാൻ കേട്ടോ. രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. തിങ്കളാഴ്ച വ്രതം മുടക്കും ഞാൻ, നിന്റെ തിങ്കളാഴ്ച വ്രതം മുടക്കും എന്ന് പറയാൻ ഒരു മടിയും ഇല്ലാതെ അദ്ദേഹം അങ്ങനെ കവിതകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു ഭംഗിയും അദ്ദേഹത്തിന്റെ കവിതകളുടെ ഒരു ഉദാഹരണത്തിന് ഞാൻ മധുചന്ദ്രികയുടെ എന്ന് പറയുന്ന ഗാനം ഉണ്ടല്ലോ, അത് മധുചന്ദ്രികയുടെ നിങ്ങൾക്കൊക്കെ പാട്ടുകളൊക്കെ അറിയാമായിരിക്കും. നിങ്ങൾ എല്ലാവരും എന്നെക്കാൾ നന്നായിട്ട് പാട്ടൊക്കെ അറിയുന്ന ആളുകളായിരിക്കും. അപ്പൊ മധുചന്ദ്രികയുടെ ഛായത്തളികയിൽ അതെ അതെ മഴവിൽ പൂങ്കോടി ചാലിച്ചു. പാട്ടുകാരൊക്കെ രംഗത്തിറങ്ങി. സാർ വരി നോക്കുന്ന സമയം കൊണ്ട് നമുക്ക് പറയാം. തീർച്ചയായിട്ടും വളരെ ഉപകാരം. അപ്പൊ മധുചന്ദ്രികയുടെ ഛായത്തളികയിൽ മഴവിൽ പൂങ്കോടി ചാലിച്ചു. നിർത്തോട്ടെ. മധുചന്ദ്രികയുടെ ഛായത്തളികയിൽ മനസ്സുനീ നിൻ മായാരൂപം മനസ്സിൽ ഞാൻ വരച്ചു. കാണാത്ത സ്വപ്നങ്ങളിലെ കവിതകളാൽ കണ്ണെഴുതിച്ചു. ഇത് എന്താണ് വിപ്രലംബ ശൃംഗാരാണ് കേട്ടോ. പക്ഷേ അതിന്റെ എന്താണ് ഗാനത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോ ഈ ഇങ്ങനെ സ്വപ്നത്തിലൊക്കെ ചെയ്തിരുന്നിട്ട് ആറാത്ത രോമാഞ്ചത്താൽ അധരത്തിൽ മുത്തണിയിച്ചു, ലജ്ജയിലെ സിന്ദൂരത്താൽ നെറ്റിക്കുറി ചാർത്തിച്ചു. അദ്ദേഹത്തിന് അങ്ങനെ ആ തരത്തിലേക്ക് അനുരാഗത്തെ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് തെല്ലും ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള അനുരാഗ ഗാനങ്ങൾ ആ തരത്തിൽ എഴുതുന്നതിന് ഒരു മടിയില്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം. പിന്നെ ഈ വിപ്രലംബ ശൃംഗാരത്തിന്റെ അദ്ദേഹത്തിന്റെ ഗംഭീരമായിട്ടുള്ള ഉദാഹരണം, കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്ന് ആലിപ്പഴം പൊഴിയും പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തും പുഴയുടെ ഏകാന്ത പുളിനത്തിൽ നിൻ മൃദുസ്മേരത്തിന് ഇന്ദ്രജാലം കണ്ട് നിത്യവിസ്മയവുമായി ഞാൻ ഇറങ്ങി. അതൊരു അസാധ്യമായിട്ടുള്ള വിപ്രലംബ ശൃംഗാരത്തിന്റെ കവിതയാണ്. അങ്ങനെ നമ്മൾ വായിച്ചു പോയാൽ ഇങ്ങനെ എത്ര കവിതകൾ അദ്ദേഹത്തിന്റെ വിപ്രലംബ ശൃംഗാരത്തിന്റെയും സംഭോഗ ശൃംഗാരത്തിന്റെയും ഇപ്പൊ സ്വർണ്ണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ നീ, പിന്നെ ഇന്ദുമുഖി, തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി, അത് ഞാൻ പറഞ്ഞു, യവന സുന്ദരി സ്വീകരിക്കുകയും പവിഴമല്ലിക പൂവുകൾ, സ്വർഗപുത്രി, നവരാത്രി, മായാജാലകവാതിൽ, അങ്ങനെ ഞാൻ കുറെ പാട്ടുകൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറയാൻ. ഇപ്പൊ സന്യാസിനി എന്ന് പറയുന്ന പാട്ട് പോലെ ഒരു പാട്ട്, അങ്ങനെ ആ അനുരാഗത്തിന്റെ തീവ്രത വെളിവാക്കുന്ന ഒരു പാട്ട് എവിടെ ഉണ്ടാവും? ഇതൊക്കെ ഇങ്ങനെയല്ല പറഞ്ഞു പോവേണ്ടത്. പക്ഷെ നമുക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനത് അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. വയലാറിന്റെ ഗാനങ്ങളെ കുറിച്ച് ഒരു പൊതുചിത്രം നൽകേണ്ടത് കൊണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോ അങ്ങനെ നമ്മളുടെ എന്താണ് വളരെ പ്രശസ്തമായിട്ടുള്ള ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ
ശില്പഗോപുരം, എന്തൊരു അസാമാന്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ പദരചന വൈഭവത്തിന്റെയൊക്കെ ഒരു ഏറ്റവും മികച്ച ഉദാഹരണം എന്ന് പറയാവുന്നതാണ് ആ പാട്ട് കേട്ടോ. അതിനകത്ത് ഈ സമസ്ത പദങ്ങൾ മലയാളത്തിൽ ഉപയോഗിക്കുക എന്നത്, പാട്ടുകളിൽ സമസ്ത പദങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ പ്രയാസകരമുള്ള കാര്യമാണ്. സംഗീത സംവിധായകർക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ സമസ്ത പദങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഗാനരചയിതാക്കൾ മുതിരുക എന്ന് പറയുന്നത്. അവർക്ക് ശരിക്കും ഒറ്റ ചെറിയ 2-3 വാക്കുകളുള്ള പാട്ടെഴുത്തുകാർക്കൊക്കെ അതാണ് സൗകര്യം കേട്ടോ. അവർക്ക് എപ്പോഴും അങ്ങനെയുള്ള അഭിസംബോധനകൾ വളരെ ഇഷ്ടമാണ്. ഇപ്പൊ ചക്രവർത്തിനി എന്നുള്ള വിളി ഏത് പാട്ടെഴുത്തുകാരനെയും ഒന്ന് മോഹിപ്പിക്കും, സംഗീത സംവിധായകനെയും വിളിക്കാമല്ലോ. വയലാർ അങ്ങനെ ധാരാളം വിളിക്കുന്ന, ഇന്ദുമുഖി, മഞ്ജുഭാഷിണി എന്നൊക്കെ പറഞ്ഞിട്ട് വയലാർ ധാരാളം അഭിസംബോധനകൾ വയലാറിന്റെ പാട്ടിലുണ്ട്. അതൊക്കെ സംഗീത സംവിധായകർക്ക് വളരെ പ്രിയങ്കരമായിരുന്നു. പക്ഷേ സമസ്ത പദങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പൊ നമ്മള് ഒരുപാട് സമസ്ത പദങ്ങൾ, ഇപ്പൊ ദക്ഷിണാമൂർത്തി സ്വാമി പാട്ട് ചെയ്തതിനെ കുറിച്ച് പറയുമല്ലോ, മറ്റേ സാഗര സംഗീതം പാട്ടാക്കിയപ്പോ എന്താണ് ആ പാട്ട് ഞാൻ ഓർമ്മിക്കുന്നില്ല, നമ്മുടെ അഭയത്തിലെ പാട്ട്, സാഗര സംഗീതം എന്ന് പറയുന്നത് ജി ശങ്കരക്കുറുപ്പിന്റെ കവിത പാട്ടാക്കിയപ്പോ ശ്രാന്തമമ്പരം, അതെ ശ്രാന്തമമ്പരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തം ആരബ്ധ ക്ലേശ രോമന്ധം മമ സ്വാന്തം എന്നാണ്. അത് സാധാരണഗതിയിൽ ഒരു ചലച്ചിത്ര ഗാനമാവാൻ ഒരു സാധ്യതയുമില്ല. അതാണ് ഈ ഘനശ്യാമ സന്ധ്യ ഹൃദയം എന്ന് എഴുതിയപ്പോ MG രാധാകൃഷ്ണൻ പറഞ്ഞു അത്രേ, അത് വെച്ച് തുടങ്ങാൻ പറ്റില്ല, ഒരു പാട്ടങ്ങനെ ആരംഭിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുക. അപ്പോ പക്ഷെ അതൊരു ശാഠ്യം പിടിച്ചിട്ട് കാവാലം അത് അങ്ങനെ പാടിച്ചതാണ് എന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനെ, പക്ഷെ ചക്രവർത്തിനി നിനക്കു ഞാൻ എന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ, തൊട്ടടുത്ത് സാലഭഞ്ചികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും. ഇങ്ങനെ സമസ്ത പദങ്ങൾ ഇങ്ങനെ, അതും എന്തു മനോഹരമല്ല. അത് വയലാറിന്റെ രചനയുടെ ഒരു അയത്ന ലളിതമായിട്ടുള്ള രചന. അത് ബി ഭാസ്കര മാഷിലും അത് കാണാൻ കേട്ടോ, അയത്ന ലളിതമാണ്. പക്ഷെ ഇങ്ങനെയുള്ള സമസ്ത പദങ്ങൾ ഏറിയാൽ നമ്മളുടെ സമയതീരത്തിൽ ബന്ധനമില്ലാതെ എന്നൊക്കെ പറയുന്ന ആ പാട്ടിലൊക്കെയാണ് അത്യാവശ്യം ചില സമസ്ത പദങ്ങൾ ബി ഭാസ്കര മാഷ് ഉപയോഗിച്ചുള്ളൂ. അതിന് വളരെ കുറച്ച് പാട്ടുകളിലേ ഉപയോഗിച്ചുള്ളൂ. പക്ഷെ വയലാർ ഒരുപാട് പാട്ടുകളിൽ അങ്ങനെയുള്ള സമസ്ത പദങ്ങൾ ഉപയോഗിക്കും. പഞ്ചലോഹമണി മന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും, ചൈത്ര പത്മദല മണ്ഡപം, ഒറ്റ വാക്കാണ്, ചൈത്ര പത്മദല മണ്ഡപങ്ങളിൽ പ്രണയദാഹമോടെ രുദ്രവീണകൾ പാടും, ശാരദേന്ദുകല ചുറ്റിലും കനകപാരിജാത മലർ, ഒറ്റ വാക്കാണ്, കനകപാരിജാത മലർ. അങ്ങനെ വയലാറിന്റെ അനുരാഗ ഗാനങ്ങൾ എഴുതുമ്പോഴായാലും വയലാറിന്റെ ഈ തരത്തിലുള്ള ഒരു അസാമാന്യമായിട്ടുള്ള സ്വാതന്ത്ര്യ ബോധം അതിൽ വളരെ ശക്തമായിരുന്നു. വയലാറിന്റെ സ്വാതന്ത്ര്യ ബോധം പ്രത്യക്ഷമാകുന്ന വേറെ കുറെ പാട്ടുകളുണ്ട് കേട്ടോ, വേറെ കുറെ പാട്ടുകൾ. ഇപ്പോ ഉദാഹരണത്തിന് അതൊക്കെ സിനിമകളിൽ അങ്ങനെ അത് ആവശ്യമായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് നല്ല ഉറപ്പില്ല. പക്ഷേ വയലാർ അത് എഴുതണമെന്ന് വയലാർ ആഗ്രഹിച്ചതും വയലാറിനെ എഴുതാൻ എല്ലാവരും അനുവദിച്ചതും മലയാളികൾക്ക് അതുകൊണ്ട് വലിയ ഉത്തമമായ ബോധോദയം ഉണ്ടാവാൻ സഹായിച്ചതുമായ നിരവധി പാട്ടുകൾ വയലാർ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറയുന്ന പാട്ട്, അത് ഉത്തിഷ്ഠത ജാഗ്രത ഉപനിഷത്തിലുള്ളതാണ്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത എന്ന് പറയുന്നത് ഉപനിഷത്തിന്റെ ഭാഗമാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് വയലാർ എഴുതിയ വരികളുണ്ടല്ലോ, അത് ഒരു സുപ്രീം പൊയറ്റിക് അട്ടറൻസ് എന്ന് പറയാവുന്ന വിധത്തിൽ ഏറ്റവും ഉത്തമ കവിതയുടെ നിദർശനം എന്ന നിലയിൽ പറയാവുന്ന തരത്തിലുള്ള വരികളാണ്. ശാരികേ ശാരികേ സിന്ധു ഗംഗാ നദി തീരം വളർത്തിയ ഗന്ധർവ ഗായികെ, പാടുക നീ ഈ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ, പണ്ട് നിൻ സംഗീത തീർത്ഥക്കരകളിൽ പർണകുടീരങ്ങൾ നിർമ്മിച്ചിരുന്നവർ, അദ്വൈത സാരം മുളയ്ക്കുവാൻ ഈ മണ്ണിൽ തത്വമസിയുടെ വിത്ത് വിതച്ചവർ, മണ്ണോടു മണ്ണായ മോഹഭംഗങ്ങളെ ചെന്നു തൊഴുന്ന യുഗശ്മശാനങ്ങളിൽ സത്യധർമ്മങ്ങൾ മുറിവേറ്റു വീഴുന്ന യുദ്ധപ്പറമ്പിലെ ഈ ശരശയ്യയിൽ. ഇത് രണ്ടും കൂടെ ചേർത്തു പറയാൻ എല്ലാ കാലത്തും വയലാർ കവിതയിലും ഗാനങ്ങളിലും എവിടെ വയലാർ തന്റെ തൂലിക ചലിപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഔന്നത്യത്തിൽ നിന്ന് വലിയൊരു പതനത്തിലേക്ക് ഇന്ത്യയുടെ ഈ സംസ്കാരം പതിച്ചുപോയി എന്ന് പറയാൻ, അതിനകത്തൊരു തിരുത്തൽ ആവശ്യമാണ് എന്ന് പറയാൻ. അതുകൊണ്ട് ഈ പാട്ടുകളൊക്കെ, വയലാറിന്റെ അത്തരം പാട്ടുകളെല്ലാം ഇന്നിന്റെ ആവശ്യമാണ് കേട്ടോ, ഇതൊന്നും ഇന്നലെയുടെ ആവശ്യമല്ല. വയലാറിന്റെ പാട്ടുകളെ നമ്മൾ വീണ്ടും വീണ്ടും എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലൊക്കെ പാടുന്നില്ല എന്ന് ഞാൻ വിചാരിക്കും. എന്തുകൊണ്ടാണ് ഇവരിത് പാടാത്തത്? ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ അത് പാടിയാൽ മനസ്സിലാവാത്തത് കൊണ്ട്, എന്തോ ഒരു കാരണമുണ്ട് കേട്ടോ. ഈ പാട്ടുകളൊക്കെ ഇപ്പോഴും ഇന്ത്യയിലെ ഈ മതനിരപേക്ഷം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ പാട്ടുകൾക്കെല്ലാം
ഇന്നും ഏറ്റവും വലിയ പ്രസക്തിയുണ്ട് വയലാറിന്റെ. വയലാർ അന്ന് അസാമാന്യമായ സ്വാതന്ത്ര്യ ബുദ്ധി കൊണ്ട് എഴുതിയ പാട്ടുകളാണ്. വയലാറിന്റെ സ്വാതന്ത്ര്യ ബോധത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് മുഴുവൻ. വയലാറിന്റെ പ്രണയത്തിലെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യ ബോധം, ഇതിഹാസ കഥാപാത്രങ്ങളെ സ്വീകരിക്കുമ്പോഴെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യ ബോധം, ഈ തരത്തിൽ എഴുതുമ്പോഴുള്ള സ്വാതന്ത്ര്യ ബോധം. ഈശ്വരൻ ഹിന്ദു അല്ല എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ, ഈശ്വരൻ ഹിന്ദു അല്ല, നമ്മൾ പലതവണ കേട്ടിട്ടുള്ള പാട്ടാണ്. പക്ഷെ അത് പറയാൻ ഇപ്പോൾ ധൈര്യമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇപ്പോഴത്തെ ഒരു ഗാനരചയിതാവിന് അതിന് എഴുതാനുള്ള ഒരു ധൈര്യമുണ്ടോ? ഇപ്പോഴത് പാടാൻ നമുക്ക് ധൈര്യമുണ്ടോ? നമ്മളിപ്പോ പാടുന്നില്ല കേട്ടോ. നമ്മളതങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഇതുപോലെ സ്വകാര്യമായി കൂടുന്ന സ്ഥലങ്ങളിലല്ലാതെ പരസ്യമായി ഈശ്വരൻ ഹിന്ദു അല്ല എന്ന് നമ്മൾ പാടുന്നില്ല. ഈശ്വരൻ ഹിന്ദു അല്ല, ഇസ്ലാം അല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. വെള്ള പൂശിയ ശവക്കല്ലറയിലെ വെളിച്ചപ്പാടുകളെ നിങ്ങൾ അമ്പലങ്ങൾ തീർത്തു, ആശ്രമങ്ങൾ തീർത്തു, 1000 പൊയ്മുഖങ്ങൾ തീർത്തു, ഈശ്വരൻ 1000 പൊയ്മുഖങ്ങൾ തീർത്തു എന്ന് പറയാൻ ആ ധൈര്യത്തിൽ നമുക്കിപ്പോ ഇത് പറയാൻ വയ്യ. അതാണ് ഞാൻ പറയുന്നത്, നമുക്കിപ്പോ ഇത് പറയാൻ വയ്യ. നിങ്ങള് കൃഷ്ണനെ ചതിച്ചു, ബുദ്ധനെ ചതിച്ചു, ക്രിസ്തുദേവനെ ചതിച്ചു, നബിയെ ചതിച്ചു, മാർക്സിനെ ചതിച്ചു എന്ന് വയലാർ അന്ന് പറഞ്ഞു കേട്ടോ. മാർക്സിനെ ചതിച്ചത് പിന്നീടൊക്കെ ആയിരുന്നു. മാർക്സിനെ പിന്നീട് നിരന്തരമായിട്ട് ഇപ്പോഴും ചതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്താണ്. പക്ഷെ അന്ന് വയലാർ എഴുതി നിങ്ങൾ മാർക്സിനെ ചതിച്ചു എന്ന് എഴുതി. ഈ എന്ന് പറഞ്ഞാൽ ഇവരെ എല്ലാം ചതിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അവരെല്ലാം പറഞ്ഞ എല്ലാ ആശയങ്ങളെയും നമ്മൾ മനുഷ്യരെന്ന നിലയിൽ ചതിച്ചു. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. നല്ലവരെന്ന് നടിച്ചു, നിങ്ങൾ നല്ലവരെന്ന് നടിച്ചു. കാവ്യ ചുറ്റിയ സന്ധ്യയ്ക്ക് പിന്നിലെ കറുത്ത വാവുകളെ എന്ന് വിളിക്കാനുള്ള ധൈര്യം കാണിച്ചു വയലാറെന്ന്. നമ്മള് വയലാറിന്റെ അത്തരം ഗാനങ്ങളെയൊക്കെ നമ്മൾ അങ്ങനെ കാണാൻ ഇപ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വലിയ പ്രശ്നം. ഇതിലെ ഓരോ പാട്ടും അങ്ങനെയാണ്. ഇപ്പോ നമ്മള് വേറെ പാട്ടുകൾ പറഞ്ഞാൽ, ഇപ്പോ പത്മതീർത്ഥമേ ഉണരൂ എന്ന് പറയുന്ന പാട്ട്, പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ എന്ന് പറയുന്ന പാട്ട്. അപ്പോ ആ പാട്ടിൽ വയലാർ പറയുമല്ലോ, പത്മതീർത്ഥം എന്താണ്, അടിമ കിടത്തിയ ഭാരത പൗരൻ ഉണരാൻ. അതാരാണ് അടിമ കിടത്തിയത്? പ്രഭാത കിരണം നെറ്റിയിലണിയും പ്രാസാദങ്ങൾക്കുള്ളിൽ. പ്രാസാദം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ മന്ദിരങ്ങളാണ് കേട്ടോ. പ്രാസാദങ്ങൾ വലിയ മന്ദിരങ്ങളാണ്. ആ പ്രഭാത കിരണം നെറ്റിയിലണിയും പ്രാസാദങ്ങൾക്കുള്ളിൽ സഹസ്രനാമം കേട്ടുമയങ്ങും സാളഗ്രാമങ്ങൾ. അടിമ കിടത്തിയ ഭാരത പൗരൻ ഉണരാൻ, പുതിയൊരു പുരുഷാർത്ഥത്തിന് യാഗപുരകളിൽ വെച്ച് വളർത്താൻ, പ്രപഞ്ച സത്യം ചിതയിൽ കരിയും ബ്രഹ്മസ്വങ്ങൾക്കുള്ളിൽ ദ്രവിച്ച പൂണൂൽ വറ്റിമരിക്കും ധർമാധർമ്മങ്ങൾ. ചിറകുമുറിച്ചൊരു ഭാരത ജീവിതം ഉണരാൻ, പ്രകൃതി ചുമരുകളോളം സ്വർഗപ്രതിഭ പറന്ന് നടക്കാൻ എന്ന് വയലാർ അതിനകത്ത് എഴുതി. അപ്പൊ അങ്ങനെയുള്ള വളരെ പ്രത്യേക പരാമർശം അർഹിക്കുന്ന കുറേയേറെ ഗാനങ്ങൾ വയലാറിൻ്റെതായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഈ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, നമ്മൾ എപ്പോഴും ആവർത്തിക്കുന്നതാണ്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, പിന്നെ സുപ്രഭാതം, നീലഗിരിയുടെ സഖികളെ, അതിലൊക്കെ വലിയ പ്രപഞ്ച ദർശനം അടങ്ങിയ പാട്ടുകളാണ്. എനിക്കതെല്ലാം പറയാനുള്ള ഒരു സമയമില്ല. പ്രളയ പയോധിയിൽ, നക്ഷത്രങ്ങളെ സാക്ഷി, സംക്രമ വിഷുപക്ഷി, ഉപാസന 1000 മുഖങ്ങൾ ഞാൻ കണ്ടു, പിന്നെ അങ്ങനെ കാട്, കറുത്ത കാട്, സരസ്വതി, എങ്ങനെ ഇതില് മനുഷ്യന്റെ പരിണാമത്തെ കുറിച്ച്, മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച്, മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവങ്ങളെ കുറിച്ച് എല്ലാം പറയാനുള്ള അസാമാന്യമായ പരിശ്രമം നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ ബുദ്ധിയുള്ള കവിയായിരുന്നു വയലാർ. അനേകം സാഹിത്യ കൃതികളിലേക്ക് പ്രവേശിക്കുകയും ആ സാഹിത്യ കൃതികളിലേക്ക് പ്രവേശിച്ചിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് പുതിയ സത്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതല്ല എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ, നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള പാട്ട്. പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതല്ല, അത് ഭൂമിദേവി പുഷ്പണിയായി. ഭൂമിദേവി പുഷ്പണിയായി, അത് നോക്കുകയാണ് ഞാൻ, കാണുന്നില്ല. പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതല്ല, തിരകൾ വന്ന് തിരുമുൽക്കാഴ്ച നൽകിയതല്ല. കൂട്ടുകുടുംബത്തിലാകട്ടോ, കൂട്ടുകുടുംബമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, കൂട്ടുകുടുംബമാണ്. തിരകൾ വന്ന് തിരുമുൽക്കാഴ്ച നൽകിയതല്ല, മയിലാടും മലകളും പെരിയാറും സഖികളും മാവേലി പാട്ടുപാടും ഈ മലയാളം പറയിപെറ്റ പന്തിരുകുലമിട എന്ന് പറഞ്ഞാൽ ഈ പരശുരാമനെ, ഞാൻ നേരത്തെയും ഏതോ പ്രഭാഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, മഹാബലിയും പരശുരാമനും തമ്മിലൊരു യുദ്ധം എന്ന് പറഞ്ഞ പ്രസിദ്ധമായ കവിതയുണ്ട്. അതിനകത്ത് ഈ പരശുരാമന്റെ ഈ കേരളം സൃഷ്ടിച്ചു എന്ന് പറയുന്ന വാദഗതിയെ മഹാബലി പറഞ്ഞു തകർക്കുന്നതായിട്ടാണ് ആ കവിത. അപ്പൊ അത് ആ പാട്ടിനകത്തേക്ക് എഴുതുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് ആ ചരിത്രബോധത്തെ കൃത്യമായിട്ട് കൊണ്ടുവരുന്നത്.
ആ പാട്ട് പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതല്ലാത്ത ഈ ഭൂമിയെ മാവേലി പാട്ട് പാടുന്ന മലയാളമാണ്. അപ്പൊ ഈ മാവേലിയുടെ ഒരു സമത്വ സ്വപ്നം എന്ന് പറയുന്നത് കൊണ്ടു നടക്കുന്ന, എന്നാൽ ഇങ്ങനെ ഒരു ബ്രാഹ്മണാധിപത്യത്തിന് വേണ്ടി മഴുവെറിഞ്ഞ് നേടി എന്ന് പറയുന്ന കഥയെ തിരസ്കരിക്കുന്ന അത് പാട്ടിനകത്തൊക്കെയാണ് അത് എഴുതിയിരിക്കുന്നത് കേട്ടോ. പറയിപെറ്റ പന്തിരുകുലം ഇവിടെ വളർന്നു, ഇവിടെ വളർന്നു. ഈ പറയിപെറ്റ പന്തിരുകുലത്തിന്റെ അതിന്റെ ഒരു വൈവിധ്യം എന്താണ്? മേഴത്തോൾ അഗ്നിഹോത്രി, രജകൻ ഉളിയനൂർ തച്ചനും, പിന്നെ വള്ളോൻ വായില്ല കുന്നിലപ്പൻ, വടുതല മരുവും നായർ, കാരക്കൽ മാത, ചെമ്മേകേൾ, ഉപ്പുകൂറ്റൻ, പിന്നെ എന്താണ് പിന്നെ രണ്ടുപേരുടെ പേരും കൂടെ ഉണ്ട്. അപ്പൊ ആ 12 പേര് 12 സ്ഥലങ്ങളിൽ 12 തരം തൊഴിലുകൾ ചെയ്യുന്നവരായി, അവരെല്ലാ വർഷവും ഒത്തുകൂടുന്നവരായി, അവരെല്ലാവരും പ്രതിഭാശാലികളായി ജീവിക്കുന്ന ഒന്നാണ് കേരളം എന്ന് കൃത്യമായിട്ട് അവിടേക്ക് അതിനെ കൊണ്ടുവന്ന് നിർത്താൻ വയലാറിന് പറ്റി. അപ്പൊ അങ്ങനെ ഈ എഴുതാൻ കഴിവുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ തരത്തിലുള്ള പിന്നീട് നമ്മുടെ ഈ വളരെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ, നമ്മളുടെ കാവ്യ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന വിധത്തിൽ അങ്ങനെ അസാമാന്യമായിട്ടുള്ള അതിനുള്ള സിദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാവ്യരഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുക. നമ്മള് ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ. അത് കാളിദാസന്റെ ജീവിതത്തെ 12 വരിയിൽ ഒതുക്കിയിരിക്കുകയല്ലേ. പിന്നീടല്ലേ ONV സാർ അത് ഒരു മഹാകാവ്യമായിട്ട് കാളിദാസനെ കുറിച്ച് എഴുതാൻ ശ്രമിക്കുന്നത്. ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു, ഋതുദേവതയായി നൃത്തം വെച്ചു, മുനി കന്യകയായി പൂജിച്ചു. ഋതുദേവതയായി നൃത്തം വെച്ചു എന്ന് പറഞ്ഞാൽ കാളിദാസന്റെ ഋതുസംഹാരം എന്ന് പറയുന്ന കൃതിയാണ് സൂചനയാവുന്നത്. ഋതുസംഹാരം കാളിദാസൻ ഇങ്ങനെ ആ 12 വരിയിൽ ഇങ്ങനെ തുടലൂരി എറിഞ്ഞ് നിവരുന്നു എന്ന് പാട്ടിനകത്ത് പറഞ്ഞ പോലെ അങ്ങനെ വരികയാണ്. മുനി കന്യകയായി പൂജിച്ചു, ഹിമഗിരി പുത്രിയായി തപസ്സിരുന്നു. ഹിമഗിരി കുമാരസംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വയംവര പന്തലിൽ ഒരുങ്ങി നിന്നു, അലിയും ശിലയുടെ കണ്ണു തുറന്നു, കലയും കാലവും കുമ്പിട്ടു, അവളുടെ മഞ്ജീര ശിഞ്ചിതത്തിൽ സൃഷ്ടി സ്ഥിതിലയ താളങ്ങൾ ഒതുങ്ങി നിന്നു. കാളിദാസ കൃതികളിൽ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും താളങ്ങൾ അങ്ങനെ ലയിച്ചു നിന്നു എന്ന് ഒരു 12ഓ 14ഓ വരിയിൽ അത് എഴുതിയിരിക്കുകയാണ്. അപ്പൊ ആ മാളവിക മാലയിട്ടു എന്ന് പറഞ്ഞാൽ കാളിദാസൻ ഒരു മാളവകന്യകയുമായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന ആ ഒരു കഥ പെട്ടെന്ന് ഒരൊറ്റ വരിയിലേക്ക് സൂചിതമാക്കിക്കൊണ്ടാണ് വയലാർ അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എത്ര കവിതകൾ. ഇപ്പൊ രാമായണത്തിലെ സീത, രാമായണത്തെ കുറിച്ച് കുറെ സംഭവങ്ങൾ പറയുന്നുണ്ടല്ലോ. രാമായണത്തിലെ സീത എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ. അത് ആ പാട്ടിൽ രാമായണ കഥയെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് രാമായണത്തിലെ സീത, രാമൻ ഉപേക്ഷിച്ച സീത തമസാ തീരത്തു പണ്ടൊരിക്കൽ 2 തങ്കക്കുടങ്ങളെ പ്രസവിച്ചു. അങ്ങനെ അമ്മയുടെ ആത്മാവിലേക്ക് അഗ്നി പടർന്നതിന്റെ, അവരുടെ അച്ഛനെ കണ്ടു. ആ കഥ, ആ രാമായണത്തിലെ വളരെ വികാര നിർഭരമായ കഥയെ ഒരു ഗാനത്തിൽ ഒതുക്കി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. വേറെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു പാട്ടുണ്ടല്ലോ, കാളിദാസൻ മരിച്ചു. എന്തൊരു ഗംഭീരമായിട്ടുള്ള പാട്ടാണ്. കാളിദാസൻ ഒരു ദൗർബല്യമായിരുന്നു അദ്ദേഹത്തിന്റെ. നിരവധി സ്ഥലങ്ങളിൽ കാളിദാസനെ അങ്ങനെ സ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ പോകുന്നത്. അത് ഈ കാളിദാസൻ മരിച്ചു എന്ന് പറയുന്ന പാട്ട്, കാളിദാസൻ മരിച്ചു, കണ്വമാമുനി മരിച്ചു, അനസൂയ മരിച്ചു, പ്രിയമത മരിച്ചു, ശകുന്തള മാത്രം മരിച്ചില്ല എന്നാണ്. കാളിദാസൻ മരിച്ചു, കണ്വമാമുനി മരിച്ചു, അനസൂയ മരിച്ചു, പ്രിയമത മരിച്ചു, ശകുന്തള മാത്രം. എന്തുകൊണ്ട് ശകുന്തള മാത്രം മരിച്ചില്ല? ശകുന്തളയിലാണ് ആ നാടകത്തിന്റെ മുഴുവൻ ശക്തിയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ ശകുന്തള എന്ന കഥാപാത്രത്തിലാണ്. കാളിദാസൻ മരിച്ചാലും, കണ്വമാമുനി മരിച്ചാലും, പ്രിയംവദയും അനസൂയയും മരിച്ചാലും അവശേഷിക്കും ശകുന്തള എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന്റെ മർമ്മം തിരിച്ചറിയുന്നു വയലാർ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. ദർഭകൾ പൂക്കും ഈ മാലിനീ തീരത്തിൽ ഗർഭിണിയാം അവൾ ഇരിക്കുന്നു, അവളുടെ മനസ്സിലെ നിത്യഹോമാഗ്നിയിൽ 1000 സ്വപ്നങ്ങൾ കരിയുന്നു. എന്തൊരു ഔചിത്യബോധമാണെന്ന് വിചാരിക്കണം. വയലാർ പാട്ടൊക്കെ എഴുതുമ്പോൾ എപ്പോ വേണമെങ്കിലും അദ്ദേഹത്തിന് എഴുതാൻ പറ്റുമായിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് എഴുതി കൊടുത്തതാണെന്നൊക്കെ ധാരാളം കഥകൾ വയലാറിന്റെ ഗാനരചനയെ കുറിച്ച് ഐതിഹ്യം മാതിരി കഥകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിലെ ഔചിത്യം സ്വാഭാവികമായിട്ട് വരുന്നതാണ്. ശകുന്തള കണ്വാശ്രമത്തിൽ ഇരിക്കുമ്പോ രാജാവിനെ കാണുന്നതിന് മുമ്പ് മാനോടൊത്തു വളർന്ന് മന്മഥ കഥാഗന്ധം ഗ്രഹിക്കാതെയാണ് അവൾ വളരുന്നതെന്ന് കാളിദാസൻ പറയുന്നുണ്ട്. മാനിന്റെ കൂടെ വളർന്നിട്ട് ഈ മന്മഥ കഥാഗ്രന്ഥം, കാമദേവന്റെ ലീലകളൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ജീവിക്കുന്ന ആ പെൺകുട്ടിയിൽ
അവൾക്ക് മനസ്സിന്റെ ഹോമാഗ്നിയിൽ മാത്രമേ അവളുടെ ഈ സ്വപ്നങ്ങളെ ഹോമിക്കാൻ കഴിയൂ എന്ന് കൃത്യമായിട്ട് ഔചിത്യത്തോടു കൂടി ആ സ്വപ്നങ്ങളെ ഹോമിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെയുള്ള ഗാനങ്ങൾ, ആ തരത്തിലുള്ള ഗാനങ്ങൾ, പിന്നെ തത്വചിന്താപരമായിട്ടുള്ള ഗാനങ്ങൾ, ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം തുടങ്ങിയിട്ടുള്ള ഗാനങ്ങൾ, കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗ്രഹമാണ് ഭൂമി, ഈ കടലും മറുകടലും, പ്രവാചകന്മാർ മരിച്ചു, കാടാറുമാസം നാടാറുമാസം, ഇങ്ങനെ അദ്വൈതം ജനിച്ച നാട്ടിൽ, ഇങ്ങനെ തത്വചിന്താപരമായിട്ടുള്ള ഗാനങ്ങൾ അനവധി. അപ്പോ വയലാറിന്റെ, ഞാനിതിപ്പോ ഇവിടെ അവസാനിപ്പിക്കാമെന്നാ വിചാരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോയാൽ വയലാറിനെ കുറിച്ച് ഞാൻ അന്ന് ഒരിക്കൽ പറഞ്ഞതുപോലെ ഒരു പ്രസംഗ സപ്താഹം നടത്താനും വേണ്ടിയിട്ടുള്ള പാട്ടുകളുണ്ട്. ഓരോന്നിനെയും എടുത്ത് വിശകലനം ചെയ്ത് പഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. പുതിയ തലമുറ ഇത് ഈ നമ്മളുടെ എന്താണ് റിയാലിറ്റി ഷോയിൽ മാത്രമാണ് ഇത് പാടുന്നത്. അവർക്കും അർത്ഥം അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഇരുന്ന് കൈയടിക്കുന്ന ജഡ്ജിമാർക്ക് ഇതിന്റെ അർത്ഥം അറിയാമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതൊന്നും അറിയേണ്ട കാര്യമില്ല. അവരതിന്റെ സംഗീതാംശമാണല്ലോ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മളത് അറിയേണ്ടതുണ്ട്, സംഗീതാസ്വാദകർ അറിയേണ്ടതുണ്ട്. ഈ മഹാകവി മരണമില്ലാതെ നിലനിൽക്കണമെങ്കിൽ അത് ഈണത്തിൽ കൂടി മാത്രമല്ല നിലനിൽക്കേണ്ടത്, അദ്ദേഹത്തിന്റെ രചനയുടെ വൈശിഷ്ട്യത്തിൽ കൂടി വേണം നിലനിൽക്കാൻ. നമ്മളുടെ രക്തത്തിൽ, സിരകളിലൊക്കെ വയലാറുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഈ ഗാനരചയിതാക്കളൊക്കെ ഉണ്ട്, സവിശേഷമായും വയലാറുണ്ട്. വയലാറിന്റെ ജീവിതം നമുക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ജീവിതമാണ്. വയലാറിന്റെ ഗാനങ്ങൾ അങ്ങനെ പ്രിയങ്കരമാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ എത്രയോ എണ്ണം ഞാൻ പറഞ്ഞല്ലോ, 1325 പാട്ടുകൾ. അവയിലൊന്ന് തൊട്ടുപോലും പോയി വരാൻ നമുക്ക് സത്യം പറഞ്ഞാൽ സമയമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഗാനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ വളരെ വളരെ വേഗം വളരെ ചുരുക്കം ഗാനങ്ങൾ മാത്രം നമ്മൾ അങ്ങനെ എടുത്തുകൊണ്ട് സഞ്ചരിക്കാൻ ശ്രമിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ നമുക്ക് ഗാനങ്ങളുടെ ഒരു അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇങ്ങനെ സംസ്കൃതത്തിൽ മാത്രമല്ല വയലാറിന് എഴുതാൻ അറിയാമായിരുന്നത്. വയലാറ് ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും സാധാരണ നിലയിലുള്ള പാട്ടുകൾ എഴുതിയിരുന്നു. വയലാർ പാട്ട് എഴുതി തുടങ്ങുമ്പോൾ ദേവരാജൻ മാസ്റ്ററുടെ വയലാർ പാട്ട് എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു സ്വാധീനം നിലനിൽക്കുന്ന കാലമാണല്ലോ പാട്ടൊക്കെ എഴുതി തുടങ്ങുമ്പോൾ. അപ്പോൾ തുമ്പി തുമ്പി വാവ, ആദ്യത്തെ പാട്ട്, കൂടപ്പിറപ്പ് എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് എഴുതുമ്പോൾ തുമ്പി തുമ്പി വാവ എത്ര സിമ്പിൾ ആയിട്ടാണ് എഴുതിയത്. കൊച്ചലിവാലൻ മീശയുമായ എന്നെ അച്ഛനെ അവിടെ കണ്ടോ, പിന്നെ അങ്ങനെ അച്ഛനെ കാണുന്നതിന്റെ, പിന്നെ അങ്ങോട്ട് വളരെ വളരെ ലളിതമായിട്ടുള്ള പാട്ടുകളാണ് ആദ്യകാലത്ത് അങ്ങനെ എഴുതിയിരുന്നത്. എന്ന് പറഞ്ഞാൽ ആ കാലത്തെ ഗാനരചന സമ്പ്രദായവുമായി ചേർന്ന് നിൽക്കാൻ പാകത്തിൽ അങ്ങാടി തോറ്റുമടങ്ങിയ മുറിമീശക്കാര എന്നോട് ഈ വക്കാണത്തിന് കാര്യമെന്തെന്നേ, അയ്യോ കാര്യമെന്തെന്നേ എന്ന് പറയുന്ന പാട്ടൊക്കെ എഴുതിയിരുന്നു. ശിങ്കാര പെണ്ണിന്റെ കാതിൽ വന്ന് കിന്നാരം ചോദിച്ച കാറ്റെ നിന്ന് തന്നനം പാടുന്ന പാട്ട് എന്നൊക്കെ ആ കാലത്ത്, ആദ്യകാലത്ത് അദ്ദേഹം ആ കാലത്തെ ഗാനരചനാ സമ്പ്രദായം, പി ഭാസ്കരൻ മാഷ് എഴുതിയിരുന്ന ഏറ്റവും ഗ്രാമീണവും നാടൻ പദങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള പാട്ടിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ വേണ്ടി അങ്ങനെയുള്ള പാട്ടുകൾ ധാരാളം എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിനും അദ്ദേഹത്തിന് സവ്യസാചിത്വം ഉണ്ടായിരുന്നു. കിഴക്ക് നിന്നൊരു പെണ്ണ് വന്ന്, കിനാവ് പോലൊരു പെണ്ണ് വന്ന്, കയറ് പിരിക്കണ് കതിരിട നൂൽക്കണ്, കാണാൻ എന്തൊരു ശേല് എന്നൊക്കെ പറയുന്ന ആ കാലത്തെ പാട്ടുകൾ, അങ്ങനെ വളരെ നാടൻ പാട്ടിന്റെ എല്ലാ സൗന്ദര്യവുമുള്ള പാട്ടുകൾ ആ കാലത്ത് അങ്ങനെ എഴുതിയിരുന്നു. പിൽക്കാലത്താണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിന്റെ ഒരു വേറൊരു മേഖലയിലേക്ക് പ്രവേശിക്കുന്നത്. ഇങ്ങനെ അതിനകത്തേക്ക് ഈ പൂർവകഥാ സന്ദർഭങ്ങളും ഈ ഇന്ത്യൻ സംസ്കാരവും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രബോധവും സാമൂഹിക വിമർശനവും മതവിമർശനവും എല്ലാം അടങ്ങുന്ന അത് അദ്ദേഹത്തിലേക്ക് പ്രവേശിക്കുന്ന അങ്ങനെയാണ്. ദൈവത്തെ വിമർശിക്കുന്ന പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ദൈവത്തെ വിമർശിക്കുന്ന പാട്ടുകൾ, മതങ്ങളെ വിമർശിക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. നമ്മള് മതങ്ങൾ എത്രമാത്രം ആപൽക്കരമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ, അത് സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഇടപെട്ടു തുടങ്ങിയാൽ മതം പോലെ ആപൽക്കരമായിട്ടുള്ളത് മറ്റൊന്നും ഇല്ല എന്ന് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ ആളാണ് വയലാർ. എന്ന് വിചാരിച്ച് ഭക്തിഗാനം എഴുതിയിട്ടില്ല, നല്ല ഗംഭീര ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വയലാർ ഭക്തനായതുകൊണ്ടല്ല, അതിന്റെ എലമെന്റ് മനസ്സിൽ കിടപ്പുള്ളത് കൊണ്ടുണ്ടാണ്. അദ്ദേഹം ഈശ്വര വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളത് തർക്കിക്കേണ്ട സമയമല്ലല്ലോ ഇത്. എത്ര ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, അതിമനോഹരമായിട്ടുള്ള ക്രിസ്തീയ ഭക്തിഗാനം. ഞാനിതിൽ ഈ ഇന്നത്തെ ഈ പരാമർശിക്കുന്നതിൽ ഞാൻ ഒരു ഭക്തിഗാനവും പരാമർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ എല്ലാ വൈവിധ്യത്തിലേക്കും വയലാറിന് കയറാൻ കഴിഞ്ഞിരുന്നു. അതിലൊക്കെ അസാമാന്യമായിട്ടുള്ള, ബൈബിളിനെ കുറിച്ചൊക്കെ അസാമാന്യ ബോധ്യമായിരുന്നു. ബൈബിളിനെ കുറിച്ചൊക്കെ അത്തരം പാട്ടുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തൊരു ആഴത്തിലുള്ള അറിവാണ് അതിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. വയലാർ അങ്ങനെ ഈ രാഘവ പറമ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങി, രാഘവ പറമ്പിലെ കുട്ടനായിരുന്നതിൽ നിന്ന് വയലാർ രാമവർമ്മയായിട്ട് പുറത്തേക്കിറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ വയലാർ തനിക്ക് വേണ്ടതെല്ലാം അതിനു മുമ്പ് തന്നെ സ്വാംശീകരിച്ച് ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു.
ആ സൂക്ഷിച്ചതിന്റെ എത്രയോ ചെറിയൊരു അംശമാണ് നമ്മളിലേക്ക് പകരാനിടയായത്. ഇപ്പൊ ഏതാണ്ട് 10-30 ആവാൻ ഇനി 6-7 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഇനിയും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഔചിത്യമല്ല. നമുക്ക് ഇനിയും പല പല സന്ദർഭങ്ങളിൽ ഇത് മാത്രമായി പറയേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ സന്ദർഭങ്ങളിൽ അത് പറയാം. ഇത് വളരെ അവിദഗ്ധമായിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് എവിടെയും നമുക്ക് പിടിതരാത്ത വിധത്തിൽ ഒരു കടല് പോലെയാണ് അതിന്റെ ഒരു സ്ഥിതി. അപ്പൊ അതിൽ എന്തു പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം എന്ന കാര്യത്തിലൊക്കെ വലിയ ശങ്ക. വയലാറിന്റെ കവിതയെ കുറിച്ച് പറയുമ്പോൾ അത്രയും പ്രശ്നമില്ല. കവിതകളൊക്കെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യമാണ് കവിതകൾ. പാട്ടങ്ങനെ വളരെ കോൺക്രീറ്റ് ആയിട്ടല്ല, അനേകം ശാഖോപശാഖകളായി അനേകം ഭാവപ്രദീപ്തികളായി നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ. അതേക്കുറിച്ച് അങ്ങനെ എളുപ്പം പറഞ്ഞു തീർക്കുക സാധ്യമല്ല. എന്തായാലും നിങ്ങൾ എന്നെ ഇത് കേട്ടിരുന്നതിനുള്ള സന്തോഷം രേഖപ്പെടുത്തി ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി സാർ. ഒരുപാട് കാര്യങ്ങൾ പറയുണ്ടായി. ആദ്യം പറയുണ്ടായാലും ഇത് പാട്ട് എഴുത്താണ്, തൊഴിലാണെന്ന്. എനിക്കത് കേട്ട ഉപാസന എന്നാണ് തോന്നുന്നത്. ഇത് ധന്യമായ ഒരു ഉപാസനയായിട്ട് തന്നെയാണ് വയലാറിനെ കൊണ്ടുവരാൻ തോന്നുന്നു. എന്തായാലും വളരെ ഭംഗിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുണ്ടായി. ഈ പറഞ്ഞ പോലെ പാട്ടുകളെ ആവാഹിച്ച രീതിയും അതിനൊപ്പം അദ്ദേഹം ഏറ്റുമാനൂർ ഭജന വരുന്നിട്ടുണ്ടെന്ന കാര്യം കൂടി എനിക്ക് ഓർമ്മ വരുന്നു. അപ്പൊ ഭക്തി കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. ഭക്തിയും മുക്തിയും എല്ലാം അദ്ദേഹത്തിന്റെ എന്താ പറയാ ജീവിതത്തിലുള്ള ഭാഗം തന്നെയായിരുന്നു. നമുക്ക് ബിജു പെരുമ്പഴ സാറിലേക്ക് പോവാം. സാർ എന്ത് പറയുന്നു? നമുക്ക് 2 മിനിറ്റ്. ഇത് സാറിന്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോ ഒമ്പാലെന്ന് ഓർത്തിരുന്ന് കയറിയത്. അത് കാരണം ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടല്ലോ. ഈ കാര്യങ്ങൾ അതിപ്പം പരശുരാമൻ മഴയെറിഞ്ഞു എന്നുള്ളത്, പരശുരാമൻ മാവേലിയായിട്ടുള്ള ഒരു യുദ്ധം, അതൊരു ചരിത്ര വിദ്യാർത്ഥികൾ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ് ശ്രീകുമാർ സാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ഇങ്ങനെ പോകാൻ പറ്റും. ഇപ്പൊ വിപ്രലിംബ ശൃംഗാരവും അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുന്ന ഒരു സുഖം തന്നെയാണ്. അപ്പൊ അത് വളരെ നല്ല ഒരു പ്രഭാഷണമാണ്. ഇനിയും ഈ പറഞ്ഞ പോലെ സാറ് ഇങ്ങനെ ഒരു വയലാറിന് തന്നെ സപ്താഹം നടത്തുന്ന പോലെ അത് നമുക്ക് ഈ ഹോമിയോ പ്ലാറ്റ്ഫോം ഒരു സപ്താഹം പോലെ ഒരു 7 ദിവസം 7 തവണയായിട്ട് വെച്ചാൽ പോലും അത് തീരില്ല. അപ്പൊ നമുക്ക് അതിന്റെ അപ്പൊ സാറിപ്പം പ്രണയഗാനത്തിനെ പറ്റി പറഞ്ഞു. ഒരു ദിവസം പ്രണയഗാനം മാത്രം, ഒരു ദിവസം ഈ തത്വചിന്ത അല്ലെങ്കിൽ പ്രഭാത ഗൗരവാതിലിനെ പറ്റി സാറ് പറഞ്ഞു. അതിന്റെ അവസാനം ഒരു വരിയുണ്ട് സാർ. ഇപ്പൊ അവര് ഭൂമിയെ വലം വെച്ചൊരു നാൾ പൂന്തിങ്കൾ കല ചൊല്ലി പറഞ്ഞയക്കൂ ദേവി മനുഷ്യനെ ഒരിക്കൽ ഇതിലെ കൂടി. ഇപ്പൊ മനുഷ്യന്റെ ശക്തിയെക്കുറിച്ച് ഇതിനപ്പുറം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആ പൂന്തിങ്കൾ കല വന്ന ഭൂമിയുടെ ഞങ്ങളുടെ സ്വർഗത്തിലേക്കും കൂടെ ഒന്ന് പറഞ്ഞയക്കൂ ഈ മനുഷ്യനെ. സാറ് പറഞ്ഞില്ല അമരാവതി അളകാവതിയൊക്കെ ചെയ്ത പോലെ ചെയ്യാൻ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പാട്ടുകൾ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. അപ്പൊ എനിക്ക് ഡോക്ടർ മനോജ് സാറിനോട് ഒരു അഭ്യർത്ഥന പോലെ വെക്കാനുള്ളത് ഇതാണ്. ശ്രീമാർ സാറിന് ഒരു 7 ദിവസത്തെ ബുക്ക് ചെയ്യുക. ഈ പല വിഭാഗങ്ങൾ, വയലാർ കവിതകള്, വയലാർ ഗാനങ്ങളുടെ തന്നെ പല വിഭാഗം. സാർ പറഞ്ഞു ഭക്തി ഗാനങ്ങളൊന്നും സാർ സ്പർശിച്ചതുപോലുമില്ല. അപ്പൊ അതിനെപ്പറ്റി പറയാം, അല്ലെങ്കിൽ പ്രണയത്തിനെ പറ്റി തന്നെ എത്രയോ പറയാം, പിന്നെ ഈ തത്വചിന്തകളൊക്കെ. അപ്പൊ അത് അങ്ങനെ ഞാൻ 7 ദിവസം എന്ന് പറഞ്ഞെങ്കിൽ പോലും എന്താ ഒരു 1-2 ദിവസം കൂടെ ഒക്കെ വയ്ക്കുന്നത് നല്ലതാണ്. കാരണം ഇതിനെ പ്രേക്ഷകർ കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾക്ക്. തീർച്ചയായിട്ടും സാർ നമുക്ക് ചെയ്യാം. പറഞ്ഞ പോലെ ഇത് നമ്മളിപ്പം 25-ാം വർഷത്തിൽ വയലാറിനെ വിചാരിച്ചതിനേക്കാളും കൂടുതലായിരിക്കും 50-ാം വർഷത്തില്. അതെ, ഒരു 100-ാം വർഷമാകുമ്പോൾ, അതായത് കോഹിനൂർ രത്നം പോലെ നാൾക്ക് നാൾ നിറം വയ്ക്കുന്ന ഒരു പ്രതിഭയായിട്ട് മാത്രമേ ശ്രീ വയലാർ രാമനെ കാണാൻ കഴിയുള്ളൂ. അതിന് പ്രധാന കാരണം പ്രത്യയ ശാസ്ത്രങ്ങളെ ഇങ്ങനെ ആവാഹിച്ചുള്ള ഒരു കഴിവ് തന്നെ ആയിരിക്കണം, അല്ലാതെ മറ്റൊന്നും ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിന് വളരെ ആഴമുണ്ട്. ഈ പറഞ്ഞ പോലെ ആദിയിൽ വചനമുണ്ടായ വചനം രൂപമായി എന്നൊക്കെ പറയുന്ന ഒരു ശാസ്ത്രം, അത് സയൻസ് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. തീർച്ചയായിട്ടും അതിനൊക്കെ അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. പിന്നെ ഈ പറയും പോലെ സാഹിത്യകാരന്മാർക്ക് പ്രകാശനാളം ചുണ്ടിൽ മാത്രം മനസ്സിലാകെ മതാന്തകാരം എന്നുള്ള അവസ്ഥ കൂടി ഇവർക്കെല്ലാം തന്നെ, അതായത് വളരെ വ്യത്യസ്തമായ സ്മൂത്ത് സിങ്സ് ഉള്ള വ്യക്തികളെന്ന് കേട്ടിട്ടുണ്ട്. പാലാ നാരായണൻ നായർ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫാദറിനോട് പറയണ്ടേ, പാലാ ചേട്ടാൻ കെട്ടിപ്പിടിക്കുകയും അടുത്ത നിമിഷത്തിൽ സ്വഭാവം മാറി അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇമോഷൻസിന്റെ ആൾ കൂടിയായിരുന്നു കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്കിവിടെ പരിപാടി അവസാന സമയമായി. എന്തായാലും വളരെ നല്ലൊരു പ്രഭാഷണമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കാലത്തിന്റെ ഒരു രീതിയുണ്ട്. അതായത് എല്ലാം കാലമാണ് തീരുമാനിക്കുന്നത്. നമുക്ക് നല്ല ശ്രോതാക്കൾ, പേശലമില്ലൊരു വസ്തുവും അല്ലെങ്കിൽ പ്രേക്ഷകരിൽ നിന്നാണെന്നുണ്ട് കേൾക്കാൻ ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സ്വീകരിക്കാനുള്ള സമൂഹം ഉണ്ടെങ്കിൽ ഇനിയും ഉത്തരോത്തരം എന്താ പറയുക ശക്തി പ്രാപിക്കും. എന്തായാലും ശ്രീകുമാർ സാറിന്റെ പ്രതിഭയാണ്, അതോടൊപ്പം ബിജു പെരുമ്പഴ സാറിന്റെ ഇതിന്റെ സ്വാധീനം, അങ്ങയുടെ സാന്നിധ്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.
നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ശുഭരാത്രി. ഓക്കെ, നമസ്കാരം.